കർത്താവിന് സ്തോത്രം. ബഹുമാന്യ ദൈവദാസന്മാർ, സഹോദരി സഹോദരന്മാർ, സ്നേഹിതർ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഈ പ്രഭാതത്തിൽ അറിയിക്കുന്നു. നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് വളരെ ആഴമുള്ള ഒരു സബ്ജക്റ്റാണ്. Living the Jesus kind of life in this perverse world. ഞാൻ ഇവിടെ ഇന്നലെ രാത്രി ചിന്തിച്ചിട്ട് ഞാൻ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചപ്പോഴേ ഇന്നലെ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നിന്നാണ് ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞത്. അതിലേക്ക് തന്നെയാണ് ഞാൻ വരാൻ താല്പര്യപ്പെടുന്നത്. എന്നിട്ട് അവിടെ നിന്ന് മുന്നോട്ട് മൂവ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നതെങ്കിലും ജീസസ് കൈൻഡ് ഓഫ് ലൈഫ് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് കേൾക്കാൻ നല്ല സുഖമാണ്. പക്ഷേ അത് എങ്ങനെയാ ജീവിക്കുന്നത്? പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു വിഷയം, ജീസസ് ഇസ് ഗോഡ്. നമ്മുടെ ഉള്ളിൽ വരുന്നത് ഇതൊക്കെ പ്രസംഗികൾ വന്ന് ഓരോ പ്രസംഗങ്ങൾ ഇങ്ങനെ പറയുന്നു. ഒരാൾ പറയുന്നത് ജീസസിനെ പോലെ ജീവിക്കണം, അല്ലെങ്കിൽ ദൈവം പ്രസാദിക്കത്തില്ല. ദൈവം പ്രസാദിക്കണമെങ്കിൽ എല്ലാവരും ജീസസിനെ പോലെ. It's wonderful. പക്ഷേ who can live this? അപ്പം അതൊരു വലിയ തടസ്സമാണ്. Until and unless we accept God's word by faith, നമ്മൾ ഒരിക്കലും ആ നിലയിലേക്ക് നമുക്ക് വരാൻ സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ പ്രാരംഭത്തിൽ യോഹന്നാന്റെ സുവിശേഷം 15 വന്നിട്ട് കർത്താവിൻ്റെ ഉള്ളത്തിൽ പ്രകാശനം ചെയ്യുന്ന വിഷയങ്ങളിലേക്ക് പോകണം. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതത്തിൻ്റെ വെളിപ്പാടിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മൾക്കിങ്ങനെ മെന്റലി ഒരു തടസ്സം വരാൻ കാരണം, Jesus is God. We all know that we have accepted it. ഒരിക്കലും അത് എന്നെ കൊണ്ട് സാധിക്കത്തില്ല എന്ന് ഓൾറെഡി നമ്മുടെ അകത്ത് സെറ്റാണ്. ഇതെങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് മുഖവരയിൽ ഞാൻ 2 കാര്യങ്ങളൊന്ന് പറയാൻ താല്പര്യപ്പെടുകയാണ്. ബൈബിൾ നമുക്കിപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും വളരെ ശക്തിയോട് പറയുന്നത് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നാണ്. ഇവിടെ ഇന്നലെ വചനം വായിച്ച് സഹായിച്ച ആരൊക്കെയുണ്ട്? 1 യോഹന്നാൻ 2:6 എന്നൊന്ന് എനിക്ക് 1 യോഹന്നാൻ 2:6 എന്നെ വളരെ സ്വാധീനിച്ച ഒരു വചനമാണ്. അവനിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. ഇതിപ്പോ നമ്മുടെ ബൈബിളിലുള്ളതാണ്. അതിന്റെ ഒരു ലളിത ട്രാൻസ്ലേഷൻ ഞാൻ ഇന്ന് ഇതിലൊക്കെ നോക്കിയപ്പോഴേ, those who say they live in God should live their lives as Jesus did. അപ്പോൾ ഒരു വാക്യമൊന്നും അല്ല, ബൈബിൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് this is what God expects. ദൈവം പ്രതീക്ഷിക്കുന്നത് ഇതാണ്. പിന്നെ നമ്മുടെ പ്രശ്നം ഇതാണ്, പലരുടെയും യേശു ദൈവമാണ്, ഞാനെങ്ങനെയാണ് അങ്ങനെ ജീവിക്കുന്നത്. അപ്പം ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യത്തിന്റെ അടിസ്ഥാനത്തില് ദൈവം ആവശ്യപ്പെടുന്ന ലൈഫ് എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ ഒരു ഭക്തനും ജീവിച്ചിട്ടില്ലാത്ത ജീവിത നിലവാരമാണ് പുതിയ നിയമ വിശ്വാസിയിൽ ദൈവം പ്രതീക്ഷിക്കുന്നത്. അതിന്റെ മോഡലാണ് ജീസസ് ക്രൈസ്റ്റ്. പഴയ നിയമത്തിൽ no one could live this life. Moses, Abraham, they couldn't. കാരണം അവരുടെ ഉള്ളിൽ ആത്മാവ് വന്നിട്ടില്ല. അവരുടെ മേലാത്മാവ് വന്നു, അവരെ കൊണ്ട് ചില എക്സ്ട്രാordinary കാര്യങ്ങളൊക്കെ ദൈവം ചെയ്തെടുത്തു. പുതിയ നിയമത്തിലാണ് the spirit moved inside. അതുകൊണ്ട് ഉള്ളിൽ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ എസെക്കിയേൽ പ്രവാചകൻ എന്ന് പറയുന്നത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് നടന്ന ആ ഓർഗൻ മാറ്റി വെച്ചു എന്ന അർത്ഥത്തിലല്ല. ചിന്തകൾ മാറി, അംബിഷൻസ് മാറി, എല്ലാം മാറി. അപ്പൊ പുതിയ നിയമത്തിലെ സ്റ്റാൻഡേർഡ് ഈസ് വേ ഹയർ. പക്ഷെ നമുക്ക് അത്ഭുതം തോന്നുന്നു, പഴയ നിയമത്തിലെ സ്റ്റാൻഡേർഡ് തന്നെ നമ്മളെ കൊണ്ട് ഇപ്പോഴും അനേകർ ദൂത് പറയുന്നു, ചൂരച്ചെടിയുടെ അനുഭവം പോലെ, എലിയാവ് കടന്നത് പോലെ. നീ പുതിയ നിയമത്തെ ചൂരച്ചെടിയില്ല. ജീസസ് എവിടെയെങ്കിലും ചൂരച്ചെടി കിടന്നിട്ടുണ്ടോ? പക്ഷെ നമ്മൾ ഇതിനെല്ലാം കൂടെ കിടന്ന് കൈയടിക്കും. ആളുകൾക്ക് ഈ
വെരി ഹംബ്ലി ഞാൻ പറയാം, ഈ കാര്യങ്ങൾ വേണ്ട നിലയിൽ ഈ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം, ഈ ഹയർ ലെവൽ ജീസസ് ആണ് ഈ മോഡൽ എന്നുള്ളതിനെ കുറിച്ച് വി ഹാവ് നോട്ട് അണ്ടർസ്റ്റുഡ്. അതുകൊണ്ട് ഇന്നും ഈ കർത്താവിനെ അനുഗമിക്കുന്ന ശിഷ്യഗണങ്ങളൊക്കെ നിങ്ങൾ അവരോട് ക്ലോസ് ആയിട്ട് ഇടപെട്ടാൽ ആളുകൾ വളരെ സാഡാണ്, പിന്നെ ഒത്തിരി പേര് ഭയമാണ്, പേടിയ നാളെ എന്തെങ്കിലും ഇവിടെ ചോദിച്ചു വന്ന ക്യാൻസർ ആണോ ഇനി, ഇങ്ങനത്തെ ഒത്തിരി വിഷയമാണ്. പുതിയ ദിനത്തിൽ ഇങ്ങനെ വിഷയമില്ല. അപ്പൊ നമ്മൾ ഒരാൾ മരിക്കാന്ന് പുതിയ വിശ്വാസിക്കപ്പെടുന്നു. കാരണം നമ്മൾ ആരുടെ കൂടെ നടക്കുന്ന കർത്താവിൻ്റെ അല്ലേ. ഞാൻ മരിക്കുന്നുണ്ടെ കർത്താവിന്റെ ഇമ്മീഡിയറ്റ് സന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്നു. അതെനിക്ക് പിന്നെ എൻജോയ് ചെയ്യാം. പൗലോസ് പറഞ്ഞ വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുന്നതാണ്. അപ്പൊ നമ്മള് ഇതിൽ നിന്ന്, ഈ ലെവൽ ഓഫ് തോട്ടിൽ നിന്ന്, ഇതിൽ നിന്ന് നമ്മൾ മാറി പലരും ജീവിക്കുന്നത് പഴയ ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ്. അപ്പൊ പുതിയ നിയമത്തിൽ ആവർത്തിച്ച് കർത്താവ് നമ്മളെ വിളിക്കുന്നത് ഒരു ഉന്നതമായ ഒരു സ്റ്റാൻഡേർഡിലേക്കാണ്. ആ സ്റ്റാൻഡേർഡ് ക്രിസ്തുവിൽ നമ്മൾ കാണുന്നു. ഒരുപാട് വാക്യങ്ങളുണ്ട് എങ്കിലും 8:28-29 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടു സ്ഥലത്ത് നന്മയ്ക്കായി. ആ നന്മ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപമാകുന്നത്, മുന്നറിഞ്ഞവരെ മുൻ നിയമിച്ചിരിക്കുക. എന്തിന്? ടു ബി കൺഫോം ടു ദ നേച്ചർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അത് ഒരു ദിവസം കൊണ്ടോ, ഒരു വർഷം കൊണ്ടോ, 10 വർഷം കൊണ്ടോ, 20 വർഷം കൊണ്ടോ നടക്കുന്നതല്ല. നമ്മുടെ മരണം വരെ ഈ മാറ്റം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 10 വർഷത്തിന് മുമ്പുള്ള ആളല്ല നമ്മളിപ്പോൾ. കാരണം ഒരു മാറ്റം ഈ സ്വഭാവത്തിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞ് നമ്മൾ ഏതെങ്കിലും ഇനിയിപ്പോൾ ജീസസിനെ പോലെ ഞാനായി, മരണം വരെ ഈ മാറ്റം നടന്നുകൊണ്ടേ ഇരിക്കും. അങ്ങനെയാണ്. ഇറ്റ്സ് എ ഡെയിലി പ്രോസസ്. അവിടെ വേറൊരു പ്രയോഗം കൂടി ഉണ്ടാവും. 29-ാം വാക്യം. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്. ഇപ്പൊ പുത്രനെ വിളിക്കുകയാണ് ആദ്യജാതൻ. നേരത്തെ പുത്രൻ ആരായിരുന്നു? ഏകജാതൻ. കുടുംബത്തിലേക്ക് വേറെ മക്കളെല്ലാം കൂടെ കയറി. അവിടെ ജീസസ് ഇപ്പൊ ആരായി? അപ്പൊ നമ്മളെല്ലാം ആക്ച്വലി ജീസസിന്റെ ആരാ? സ്തോത്രം. See, the family of God. വലിയ പദവിയാ. അപ്പം കുടുംബത്തിൽ ചേട്ടനെ പോലെ ഇരിക്കണം. ആ കുടുംബത്തിലേതാണ് നമ്മളെന്ന് പറയണം. അതിനാണ് ജീസസിന്റെ സ്വഭാവത്തോട് അനുരൂപമാകണം. ഡെയിലി ബൈ ദ വേർഡ് ആൻഡ് ബൈ ദ സ്പിരിറ്റ്. അങ്ങനെ മാത്രമേ ഉള്ളൂ. നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമൊന്നുമില്ല. കാരണം ഇന്നലെ നമ്മൾ കണ്ടതാണ്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ ഇംപോസിബിൾ ടു ലിവ്. പ്രൈസ് ദ ലോർഡ്. അപ്പം ബൈബിൾ പറയുന്ന ഒരു വലിയ കാര്യമാണ്. എന്നിട്ട് ഇന്നലെ ഞാൻ വേറൊരു വാക്യം പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 1:4-5 വാക്യം. അവനിലാണ് ജീവൻ. സോയ എന്ന വാക്ക് ക്വാളിറ്റി ഓഫ് ലൈഫാണ്. നിത്യജീവൻ എന്നുള്ളത് ലൈഫിന്റെ ദൈർഘ്യം മാത്രമല്ല അവിടെ ഇംപ്ലൈഡ് ആയിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ നിത്യജീവൻ ഓർക്കുന്നു, ഓക്കെ, എണ്ണമില്ലാത്ത വർഷങ്ങൾ, അതല്ല അതിൻ്റെ അകത്ത് ഇംപ്ലൈഡ് ആയിട്ടുള്ളത്. ദ ക്വാളിറ്റി ഓഫ് ലൈഫ്, ദൈവത്തിന്റെ ജീവൻ, അല്ലെങ്കിൽ യോഹന്നാൻ 10:10 അബണ്ടന്റ് ലൈഫ്, അതാണ് ക്രിസ്തുവിൽ വെളിപ്പെട്ടത്. അതിനു മുൻപിൽ ഇരുട്ടിന് നിൽക്കാൻ ഒത്തില്ല. അപ്പൊ നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിച്ച് ക്രിസ്തുവിന്റെ ലൈഫ് നമ്മളിൽ വരുമ്പോൾ, ഓഫീസിൽ പ്രോബ്ലംസ്, വീട്ടിൽ പ്രോബ്ലം, നെയ്ബേഴ്സ് വരുമ്പോൾ, ആ ഇരുട്ട് വ്യാപരിക്കുന്ന ഇടങ്ങളിലൊക്കെ നമ്മളുടെ ലൈഫാണ് മാനിഫെസ്റ്റ് ആകുന്നത്. ജീസസ് ലൈഫ്, ഇറ്റേണൽ ലൈഫ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു ലൈഫിലേക്കാണ് നമ്മളെ കർത്താവ് വിളിക്കുന്നത്. പക്ഷേ ഞാൻ കുറ്റം പറയാൻ നിങ്ങൾ ധരിക്കരുത്. നമ്മുടെ ചർച്ചുകളിൽ വി നെവർ ഡിസ്കസ് ദിസ്. എത്ര ചർച്ച നിങ്ങൾ കേട്ടിട്ടുണ്ട്? ഞാൻ 4-ാമത്തെ വയസ്സിൽ പെന്തക്കോസ്റ്റിൽ വന്നതാണ്. എൻ്റെ മാതാപിതാക്കൾ ഓർത്തഡോക്സ് പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വന്ന്, അങ്ങനെ ഒരു 4-ാമത്തെ വയസ്സ് മുതൽ എനിക്ക് പെന്തക്കോസ്റ്റൽ ചർച്ചുകളുമായിട്ടുള്ള പരിചയം എനിക്കുണ്ട്. ഇന്നും ഞാൻ പെന്തക്കോസ്റ്റിലൊരു ഉപദേശിയാണ്. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഞാൻ ഈ വളരുന്ന സമയത്ത് ഒരു 19, 20, 21, 22, 23 വയസ്സിലൊക്കെ ആരെങ്കിലും എന്നോട് ഇതൊന്ന് പറഞ്ഞു തന്നാൽ
പറഞ്ഞായിരുന്നു. ഐ നെവർ ഹേർഡ് ദിസ്. ഇതാണ് ഇങ്ങനെയൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫിലേക്കാണ് ദൈവം രക്ഷിക്കപ്പെടുത്തി എന്നെ എടുത്തിരിക്കുന്നത്, കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. നമ്മളെപ്പോഴും എന്താ വിടുതൽ ഇപ്പോൾ സംഭവിക്കുന്നു, ചില സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് നാട്ടിൽ അതുകൊണ്ട് സംഭവിച്ചു. ഇങ്ങനെ കാര്യങ്ങൾ ഇപ്പൊ ഇത് വേണമെന്നോ വേണ്ടെന്നോ തെറ്റാണെന്നോ ഇതൊന്നും അല്ല പറയുന്നത്. മെയിൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. നമ്മൾ ദൈവത്തെ കാണുന്നത് ഇപ്പൊ വേറൊരു നിലയിലാണ്. ദൈവം എനിക്ക് വേണ്ടി എന്നുള്ളതാണ് നമ്മുടെ ശാസ്ത്രം, അല്ലേ? ഞാനിങ്ങനെ ഇരിക്കുന്നു, എന്റെ വിസയുടെ കാര്യം പറഞ്ഞു, ദൈവം ഓക്കെ. ജോലിയുടെ കാര്യം പറഞ്ഞു, ഞാൻ ശാസിച്ച് പറഞ്ഞു, ഓ എല്ലാം ഇങ്ങനെ ദൈവം എനിക്ക് വേണ്ടി. പക്ഷെ വേദോസം പറയുന്നത് ഞാൻ ദൈവത്തിന് വേണ്ടി. എന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇറ്റ് ഈസ് ഫോർ ഹിം, ഇറ്റ്സ് ഫോർ ഹിസ് പ്ലഷർ, ഇറ്റ് ഈസ് ഫോർ ഹിസ് ഗ്ലോറി. അവിടെ എന്റെ ലൈഫിൽ മുഴുവൻ എന്തുവാ, Lord, if that's your will, praise the Lord. ഇതുപോലെ ദിവസം ആഹാരമില്ല, praise the Lord. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാനിപ്പോ ദൈവത്തിന്റെ കുടുംബത്തിലെയാണല്ലേ. എന്നെ കർത്താവ് സ്നേഹിക്കുന്നു, പിതാവാം ദൈവം കർത്താവിനെ സ്നേഹിക്കുന്ന പോലെ തന്നെ എന്നെ സ്നേഹിക്കുന്നു. അപ്പൊ ചില ബുദ്ധിമുട്ടിലൂടെ ഞാൻ പോകുമ്പോഴും മേ ബി ഹി വാണ്ട്സ് ടു ടേക്ക് ഗ്ലോറി ദാറ്റ് വേ. ആ ഒരു കൺസെപ്റ്റ് ചിന്തയിൽ വരാനിരിക്കാനുണ്ടായ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ പ്രാദേശിക സഭകളിൽ ഈ പ്രധാന വിഷയം നമുക്കില്ലാതെ പോയി. We are just beating around the bush. അതുകൊണ്ട് അനേക ആളുകൾ ഡിസെപ്ഷനിലാണ്. ഞാൻ പെന്തിക്കോസ്തിനോടാണ് സംസാരിക്കുന്നത്. ഒത്തിരി പേർ പ്രോപ്പറായി ജീവിക്കാത്തത് കൊണ്ട് they will spend their eternity in hell. നമുക്കൊരു മടങ്ങി വരവ് വേണം. ഞാനിവിടെ ഈ 3-4 സെഷനുമുണ്ട്. ഇതെല്ലാം ഒന്നും പറഞ്ഞു തീർക്കാനൊന്നും ഒക്കത്തില്ല, അതൊട്ട് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ഇങ്ങനെ ആസ് ദ ലോർഡ് ഗിവ്സ് മീ ഐ വിൽ ഗിവ് യു എ ടോക്ക്. നിങ്ങൾ ഇതിനെ ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഇത് കയറി പിടിച്ചാൽ അവന്റെ ലക്ഷ്യം ഇതായി മാറും. എന്റെ ഉള്ളിൽ ഇത് പിടിച്ചു. ഞാൻ നിങ്ങളോട് പറയാം, ഐ ഹാവ് നോ അംബിഷൻ ഇൻ ലൈഫ്. ഈവൻ മിനിസ്ട്രി പരമായി തന്നെ അങ്ങനെ തോണ്ടി ചെയ്യണം, ഇങ്ങനെ ഒന്നും എനിക്കില്ല. ഇപ്പൊ UK അങ്ങനെ എനിക്കൊരു പ്രൊജക്റ്റ് ഇല്ല. എനിക്ക് ഏതാണ്ട് തുടങ്ങണം, 10 വർഷം കഴിഞ്ഞ് ഏതാണ്ട് ഭയങ്കര അതുകൊണ്ട് 1 മില്യൺ ഇതാകണം, അങ്ങനെ ഒന്നുമില്ല. ഒരു വിഷയവും ഇല്ല. ഐ ആം അറ്റ് പീസ്. ഐ ആം എ ഹാപ്പി മാൻ, സാറ്റിസ്ഫൈഡ് ആസ് ദ ലോർഡ് ലീഡ്സ്. ദൈവം തന്നെയല്ലേ നമ്മളെ കൊണ്ടുവരുന്നത്. ദൈവം അവിടുത്തെ നാമ മഹിമയ്ക്ക് വേണ്ടി ഇങ്ങനൊരു ജീവിതം എന്ത് ഫുൾഫിൽമെന്റ് ആണെന്ന് അറിയാം. എന്തൊരു സന്തോഷം, ഒരു ടെൻഷനുമില്ല. കിടന്നാൽ എവിടെ കിടന്നാലും സൂപ്പർ ഉറക്കമാണ്, ഒരു വിഷയവും. ഗുളിയെ അടിച്ചിട്ട് ഉറങ്ങാത്ത വിശ്വാസികൾ. അങ്ങനെ ഒരു ജീവിതമല്ല ദൈവം നമ്മളെ ഇളകി മറിയുന്ന തലമാരയുടെ ഇവിടെ ബോട്ടിൽ പോകുമ്പോ കർത്താവ് തലയാണ് വെച്ചിടുന്ന ഉറങ്ങുക. ഇത് കണ്ട ശിഷ്യനാണ് പത്രോസ്. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തില് അടുത്ത ദിവസം തട്ടാൻ പോവാ, കൊല്ലാൻ പോവാ. സ്ലീപ്പിംഗ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നു, ഇവരെ കൊണ്ട് തലേ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും കൈകൊണ്ട് കൈ കോർത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു, എടുത്ത് പ്രാർത്ഥിക്കുന്നു, ശ്വാസം എന്നല്ല. ഇതൊന്നും തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. മെയിൻ വിഷയത്തിൽ നിന്ന് മാറുന്നു. God is calling us for a deeper level of Christianity. യേശുവിനെ അനുഗമിക്കുക ഈ perverse വേൾഡിൽ. ചില ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അയ്യോ ഇതെല്ലാം നമ്മളെ ഇറ്റ്സ് എ കിൽ ജോയ്, അയ്യോ സന്തോഷവും പോയി എല്ലാം പോയി ഇനി മൂന്നരായിട്ട്. അങ്ങനെയല്ല. ജീസസ് ഇന്നലെ പറഞ്ഞ ഞാൻ നിങ്ങളോട് പറഞ്ഞു, എന്റെ സന്തോഷം. I'll tell you, he was the happiest man on earth. How would praise the Lord. ഞാൻ നിങ്ങളോട് പറയുന്നത് ഊഹാപോഹങ്ങളല്ല. This is God's word. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ റോമാലേഖനം 8:28-29 നമ്മളൊക്കെ ആ കുടുംബത്തിലായി. We become ജീസസിന്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആയി മാറി. What a joy. Praise the Lord. എന്നിട്ട് വേദപുസ്തകത്തിലെ 1 തിമോത്തിയോസ് 3:15 പറയുന്നത് മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ് എന്താ. ഇതെല്ലാം ഞാൻ പറയുന്നത് ചിലർക്കുണ്ട് ഓക്കെ ജീസസിനെ പോലെ ജീവിക്കാൻ ഒക്കത്തില്ല,
വേദപുസ്തകം ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ്. ദൈവഭക്തി ഒരു മർമ്മമാണ്. ആ മർമ്മം മനസ്സിലാകണമെങ്കിൽ ജഡത്തിൽ വെളിപ്പെട്ട യേശുക്രിസ്തുവിനെ മനസ്സിലാക്കണം. ഹല്ലേലൂയ. പിന്നെ നമ്മുടെ പ്രശ്നം അതാണ് പ്രാരംഭമായിട്ട് എനിക്ക് പറയാനുള്ളത്. യേശു ദൈവമാണ്, അവിടുത്തെ പോലെ എങ്ങനെയാണ് ജീവിക്കാൻ നോക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ലളിതമായി നിങ്ങളോട് പറയാൻ ആദ്യം ഞാൻ താല്പര്യപ്പെടുകയാണ്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം. പൗലോസ് അപ്പോസ്തലൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജഡ അവതാരത്തെ കുറിച്ചുള്ള വെളിപ്പാട് പറയുന്നുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കഴിഞ്ഞ നിങ്ങളുടെ കോൺഫറൻസിൽ ക്രിസ്തുവിൻ്റെ മനസ്സ് എന്ന് ഉള്ളത് ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഈ വാക്യം വളരെ പ്രധാനപ്പെട്ട വാക്യമായിരുന്നു. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും. ആറ്റിറ്റ്യൂഡ് ജീസസിൽ എങ്ങനെയായിരുന്നു, നമ്മളിൽ എങ്ങനെ. എന്നിട്ട് ഇനി ആറ്റിറ്റ്യൂഡാണ് പറയാൻ പോകുന്നത്. പക്ഷെ ആ ആറ്റിറ്റ്യൂഡ് പറയുന്ന സമയത്ത് ഒരു വലിയ വെളിപ്പാട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം. അതാണ് 6-ാം വാക്യം. അപ്പം ഹി ഈസ് ഈക്വൽ ടു ഗോഡ്, വെരി നേച്ചർ ഗോഡ്. അപ്പൊ യേശു ദൈവമാണെന്നുള്ളതിന് ഒരു സംശയവും നമുക്കില്ല. അത് നോൺ നെഗോഷ്യബിളാണ്. അത് ഇന്നത്തെ ചർച്ചയല്ല, കാരണം നമ്മൾ അത് വിശ്വസിക്കുന്നു. 6-ാം വാക്യം അതാണ്. The divinity of Jesus Christ before his incarnation. ജഡ അവതാരത്തിന് മുമ്പ് ഫാദർ ആൻഡ് സൺ ഈക്വൽ. ജീസസ് വെരി നേച്ചർ ഗോഡ്. ഇനി 7-ാം വാക്യം. കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച വേഷത്തിൽ മനുഷ്യനായി വിളഞ്ഞ് തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. The one who is God തന്നെത്താൻ ഒഴിച്ചു. അപ്പൊ ഇവിടെ ചിലർ ചിന്തിക്കുന്നത് ദൈവത്വമെല്ലാം ഒഴിച്ചു എന്ന് ചിലർ ചിന്തിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് റോങ്. ദൈവത്തിന് ഒരിക്കലും ദൈവമല്ലാതിരിക്കാൻ കഴിയത്തില്ല. യേശു ഭൂമിയിൽ മനുഷ്യനായി നടന്നപ്പോഴും അവിടുന്ന് ദൈവമാണ്. പിന്നെന്തോ ഒഴിച്ചത്? വെളിപ്പാട് പുസ്തകത്തിലൊക്കെ യോഹന്നാൻ ഉയർത്തെഴുന്നേറ്റ സ്വർഗാരോഹണം ചെയ്ത കർത്താവിന്റെ ദർശനമൊക്കെ കാണുമ്പോൾ he fell as if dead എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൽ കാണുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയും. അത്ര തേജസ്സായിരുന്നു, മഹിമയായിരുന്നു. ജഡ അവതാരത്തിൽ ഒഴിച്ചു. ഹ്യൂമാനിറ്റി ആ ഗ്ലോറി വീൽ ചെയ്തു. അതുപോലെ ജഡ അവതാരത്തിൽ പിതാവിന് സബോർഡിനേറ്റ് ആയിരുന്നു. യോഹന്നാൻ 5:19 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഇവിടെ പറയുന്നത് പിതാവ് കാണിക്കുന്നത് പിതാവ് പറയുന്നതിനെ ഞാൻ ചെയ്തു. അത് ജഡ അവതാരമാണ്. He was subordinate, submissive to the Father. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കർത്താവ് ഒഴിച്ചത്. അല്ലാതെ ഭൂമിയിൽ നടന്നപ്പോഴും അവിടുന്ന് ദൈവമാണ്. ഈ ദൈവത്വത്തോട് മനുഷ്യത്വം കൂടെ എടുത്തു. യേശുവിൻ്റെ ഒരു യുണീക്ക് നേച്ചറാണ്. ദൈവത്വമുണ്ട്, മനുഷ്യത്വമുണ്ട്. ഹ്യൂമാനിറ്റി 100% മനുഷ്യനായിരുന്നു, 100% അവിടുന്ന് ദൈവമായിരുന്നു. പക്ഷെ ഈ ജഡത്തിൽ ജീവിക്കുന്ന സമയത്ത് അവിടുന്ന് പ്രവർത്തിച്ചതും ജയകരമായി ജീവിച്ചത് മനുഷ്യത്വത്തിൽ ആത്മാവിന്റെ ശക്തിയോടെയാണ്. ഇവിടെയാണ് നമുക്ക് വെല്ലുവിളി. നമുക്കും അങ്ങനെ ജീവിക്കാം. കാരണം അതേ ആത്മാവിനെയാണ് നമുക്കും തരുന്നത്. ദൈവത്വത്തിൽ അവിടുന്ന് ജീവിച്ചായിരുന്നെങ്കിൽ പിന്നെ 1 യോഹന്നാൻ 2:6 യേശുവിനെ അനുഗമിക്കാന്ന് പറഞ്ഞ പിന്നെ അത് അതിനകത്ത് അർത്ഥമില്ല. വാക്കിനകത്ത് ഈസ് ഗോഡ്. എന്നാൽ എനിക്ക് എക്സാമ്പിൾ ആകുവാൻ ദൈവമായിരിക്കെ
തന്നെത്താൻ ഒഴിച്ചെന്ന് പറഞ്ഞാൽ ഈ ദൈവികമായിട്ടുള്ള പ്രിവിലേജസ് അവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടി മനഃപൂർവ്വം ഉപയോഗിച്ചില്ല. വോളണ്ടറി, ആരും നിർബന്ധിച്ചൊന്നുമല്ല, ഉപയോഗിക്കാതെ ആത്മാവിന്റെ പവറിൽ സിൻഫുൾനെസ്സിനെ ജയിച്ചു. ഹി വാസ് പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ്. ഇതെന്നെ ചലഞ്ച് ചെയ്യുക. സ്തോത്രം. നിങ്ങൾ നോക്കിക്കേ, എബ്രായ ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യം. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല, അല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. മലയാളം തർജിമ ഒരൽപ്പം ബലഹീനമാണ്. ഇംഗ്ലീഷ് തർജിമ ആരുടെയിലും ഉണ്ടോ? അവിടെ മലയാളത്തിൽ എഴുതിയിരിക്കുന്ന പാപം ഒഴികെ നമുക്ക് തുല്യനായി കർത്താവ് പരീക്ഷിക്കപ്പെട്ടെന്ന്. ദാറ്റ്സ് നോട്ട് റൈറ്റ് ട്രാൻസ്ലേഷൻ. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആർക്കുണ്ട്? We do not have a high priest who cannot sympathize with our weaknesses, but was in all points tempted as we are, yet without sin. ഞാനും നിങ്ങൾ എന്തെല്ലാം ടെംപ്റ്റേഷൻ ഈ ഭൂമിയിൽ അനുഭവിക്കുന്നുണ്ട്, ജീസസ് ഫേസ്ഡ് ഇറ്റ് ഓൾ. എന്നാലും അങ്ങനെയല്ലായിരിക്കും. ഐ ബിലീവ് ദി വേർഡ് ഓഫ് ഗോഡ്. പണം എന്തൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒക്കുമോ, ജീസസ് ഈ ടെംപ്റ്റേഷൻ മുഴുവൻ ഫേസ് ചെയ്തു, പാപം ചെയ്തില്ല. ഇൻ ഹിസ് ഹ്യൂമാനിറ്റി ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ചിലർക്ക് ജീസസ് ജീവിച്ചവർ എങ്ങനെ ജീവിക്കാൻ നോക്കും. ഇത് എനിക്ക് മനസ്സിലാകുകയാണെങ്കിൽ അടുത്ത് എനിക്ക് വരുന്ന ചിന്ത, ഐ ക്യാൻ ഓൾസോ ലിവ്. എനിക്ക് വിടുതലാണ് സംഭവിക്കുന്നത്. ഇത് ഗ്രഹിക്കാതെ ഒരിക്കലും ജയകരമായ ജീവിതം ജീവിക്കാൻ ഒക്കത്തില്ല. ജീസസ് ജീവിച്ചതുപോലെ ജീവിക്കാം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് വരുന്നൊരു ചിന്ത, അത് കേൾക്കാൻ സുഖമാണ്, പക്ഷേ അങ്ങനെയാണ് ജീവിക്കാൻ നോക്കും. അതിന്റെ കാരണം ജീസസിന്റെ ഡിവിനിറ്റി മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഡിവിനിറ്റിയോടൊപ്പം ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട സത്യമാണ്, ജീസസ് 100% മനുഷ്യനായിരുന്നു. അത് ഇപ്പൊ എന്റെ മെയിൻ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ എനിക്ക് ഒത്തിരി വചനങ്ങളുണ്ട് അതൊക്കെ പ്രൂവ് ചെയ്യാനായിട്ട്. That's not my main topic. But once you consider the humanity of Jesus, okay, ഒരു വാക്യം കൂടെ, എബ്രായ ലേഖനം 2-ാം അധ്യായം 17-ാം വാക്യം നോക്കി. ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. He was made just like his brothers. See, the word വളരെ ക്ലിയർ ആണ്. പിന്നെ നമ്മൾ ഇങ്ങനെ വേർഡ് കണ്ടാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ആളല്ല. വേർഡ് അങ്ങനെ വന്നത് അക്സെപ്റ്റ്. ഇപ്പൊ എനിക്ക് ഭയങ്കര പ്രത്യാശയാണ്. നമ്മളെല്ലാവരും ടെംപ്റ്റേഷൻ ഫേസ് ചെയ്യുന്ന ഓരോരോ മേഖലയും ആ ഫേസ് ചെയ്യുന്ന സമയം. ഓക്കെ സിസ്റ്റർ, എബ്രായ ലേഖനം 4:15 വായിച്ചത്. ദയവായിട്ട് 15 കഴിഞ്ഞിട്ട് അടുത്തോടെ ഒന്ന് വായിച്ചേ. വാട്ട്, എത്ര വിടുതലാണ് ആ വാക്യം. ദയവായിട്ട് അതിന്റെ മുന്നത്തെ വാക്യം കൂടെ ചേർത്തൊന്ന് വായിക്കാമോ? നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, അല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യരായി. അതാണ് നമ്മളിപ്പോ പറഞ്ഞത്. പാപം ഒഴികെ എന്നുള്ളതല്ല കറക്റ്റ് തർജ്ജിമ. He was tempted in all points yet did not sin. ഓക്കേ, താഴെ വായിച്ചു. പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുന്നു. എന്താ ഇതിന്റെ അർത്ഥം? ഞാൻ ഇതുപോലെ ടെംപ്റ്റഡ് ആവുമ്പോൾ ധൈര്യത്തോടെ കൃപാസനത്തിൽ ചെന്നാൽ I get the grace. ഗ്രേസ് പാപം ചെയ്യാനല്ല. ഗ്രേസ് അതെപ്പോഴും മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള ഗുരുത്തക്കേടൊക്കെ കയ്യിലിരിക്കുന്നവരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നത്.
grace is not a license to sin. ജയകരമായ ജീവിതത്തിനാണ് ഗ്രേസ്. Praise the Lord. പ്രിയ സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു വാക്യത്തിൽ ഒരു അംശം എടുത്ത് എന്തെങ്കിലും കാര്യം പറഞ്ഞു പിന്നെ മ്യൂസിക് എല്ലാം കൊണ്ടിട്ട് അടിച്ച് എല്ലാവരും കൂടെ കൈയടിച്ചപ്പോഴത്തേക്ക് നമ്മൾ ഓർക്കരുത് അതാണ് ശരിയെന്ന്. ആര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ശാന്തമായിട്ട് ഇത് കേൾക്കണം, വീട്ടിൽ ചെന്ന് പരിശോധിക്കണം, സത്യത്തെ മുറുകെ പിടിക്കണം. ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇതൊക്കെ പാശ്ചാത്യരുടെ ഇടയിൽ നിന്ന് ഇറങ്ങുന്ന ഒരുപാട് കാര്യങ്ങളാണ്. ഇതൊക്കെ ഒത്തിരി ചെറുപ്പക്കാരെടുത്തുകൊണ്ട് എത്ര ആളുകളെയാണെന്നറിയാമോ ഒരു മണ്ഡലത്തിലാക്കി പ്രത്യേക നിലയിൽ ഇതൊക്കെ ആക്കുന്നത്. These are false teachings. Grace is not a license to sin. ഞാൻ ആ വിഷയം വിട്ടുപോകാതിരിക്കാൻ ഞാൻ സൂക്ഷിക്കുക. എങ്കിൽ ഒരു വാക്യം മൂടി വരിക. യൂദയുടെ ലേഖനം 4-ാം വാക്യം ഒന്ന് വായിച്ചിട്ട് നമുക്ക് മടങ്ങി വരാം. കേട്ടോ, ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ശിക്ഷ ഈ ശിക്ഷാവിധി കൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. കേട്ടോ, സ്തോത്രം. ഗ്രേസ് അന്നും പീപ്പിൾ യൂസ്ഡ് ഫോർ ലൈസൻഷ്യസ്നെസ്, ലൈസൻസ് ടു സിൻ. അങ്ങനെയുള്ളവർ നുഴഞ്ഞ് സഭയ്ക്കകത്ത് കയറി. എന്തുകൊണ്ട് കയറി? ഗാർഡ് ചെയ്യേണ്ടവർ ഉറങ്ങി. അതുകൊണ്ടാണ് 3-ാം വാക്യത്തിൽ യൂദ എഴുതുമ്പോ പറയുന്നത്. ഒന്ന് വായിച്ചേ. നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. പ്രൈസ് ദി ലോർഡ്. പോരാടണം എന്ന് യൂദ പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് കം ബാക്ക്. അപ്പം യേശുക്രിസ്തുവിനെ പോലെ ജീവിക്കണമെന്നൊരു ടൈറ്റിൽ നമ്മൾ എഴുതിയിരിക്കുന്നു. അതാണ് ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം. അപ്പൊ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പ്രാരംഭമായി എൻ്റെ ഉള്ളിൽ വന്നത്, ഇന്നലെ രാത്രി മുതൽ ഇത് ചിന്തിക്കുമ്പോൾ ഓക്കെ നല്ല മെസ്സേജാ, കൊള്ളാം, ആ പോയിന്റും ഈ പോയിന്റും എല്ലാം കൊള്ളാം, ഇത് ആർക്ക് ജീവിക്കാനൊക്കെ ഇങ്ങനെ എന്നുള്ള നമ്മുടെ കൺസെപ്റ്റ് മാറിയാൽ God will give you the grace by the power of the Holy Spirit to live. ആദ്യം ഞാനിത് വിശ്വസിക്കണമെന്നുള്ളതാണ്. വിശ്വസിക്കുന്നത് ഒരു വ്യക്തി പറഞ്ഞിട്ടല്ല, വചനത്തിൽ അങ്ങനെ ആയതുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. തീർച്ചയായിട്ടും ഉന്നതമായ സ്റ്റാൻഡേർഡാണ്. പക്ഷേ ദൈവത്തിന് നമ്മളെ കാണിക്കാനുള്ളത്, എൻ്റെ മോനെ നോക്ക്, He lived the perfect human life. നിങ്ങൾ അവനെ അനുഗമിക്കുക. Jesus is the model for everything. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും യേശു എന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതുപോലെ പ്രതികരിക്കുക. അത് ആ മനോഭാവമാണ് നമ്മളിലുള്ളത്. നമ്മൾ വായിച്ച ഫിലിപ്പി ലേഖനം 2:5-8 വരെയുള്ള വാക്യത്തിൽ ആ മനോഭാവം എന്തായിരുന്നു? God, human being, servant, തന്നെത്താൻ. അപ്പൊ ഈ പൊങ്ങണം എന്ന് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത് ഇറ്റ് ഈസ് സൈറ്റാനിക്. അതല്ലേ ലൂസിഫറിന്റെ ഉള്ളിലുണ്ടായിരുന്നത്. എനിക്ക് കയറണം, എനിക്ക് വെളി കയറണം, ഈ വോട്ട് പിടുത്തക്കാരൻ, ഈ I tell you, it is satanic. ഞാനാണ് എല്ലാവരെക്കാട്ടും വലിയവൻ, എല്ലാവരും എന്നെ ആക്കണം, എല്ലാവരും വോട്ട് ചെയ്യണം. It's not divine. പക്ഷെ ഇവരുടെ എല്ലാം പിടിയിലാണ് എല്ലാവരും. കാരണം നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ് ആണെങ്കിൽ യു ഹംബിൾ യുവർസെൽഫ്. രണ്ട് ആത്മാക്കൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. യേശുവിനെ പോലെ ജീവിക്കുമ്പോൾ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ് ആണ് നമ്മുടെ അകത്ത് വരേണ്ടത്. ആത്മാവ് നമ്മളെ നിഗളിയല്ലാക്കുന്നത്, ആത്മാവ് നമ്മളെ താഴ്ത്തുക. യേശു താണതുപോലെ താഴ്ത്തുക. He took the place of a servant. Praise the Lord. നമ്മുടെ ഇവിടെ കൂടി വന്നിരിക്കുന്നത്, you know who is the greatest among all of us? It's the one who is the most humble. പക്ഷെ നമ്മൾ കണ്ടിരിക്കുന്നത് എങ്ങനെയാ? അസ്ഥിയൊക്കെ ഉണ്ട്, കാണാൻ വന്ന വണ്ടി കണ്ടില്ലേ? അതാണ്
ദൈവത്തിന് ഇതൊരു വിഷയമേ അല്ല. മനുഷ്യൻ ഈ ചതിയിലാണ്. എന്നിട്ട് നമ്മളോട് വരുന്ന ആളുകൾ പറയുന്നു, ഇങ്ങനെ അടുത്ത വണ്ടി മേടിക്കാൻ പോകുന്നു, എൻ്റെ മക്കളെല്ലാം കൂടെ എല്ലാം കൂടെ പറന്ന് നടക്കാൻ പോകുന്നു, അങ്ങനെയാണ് ഇങ്ങനെ. അതിപ്പം മാനിച്ചിരിക്കുക, എന്നെ മാനിച്ചിരിക്കുക, ഇതൊക്കെയാണോ മാന്യത? നമ്മൾ ഭയങ്കര ഡിസപ്ഷനിലാണ്. ജീസസ് ആണ് മാനദണ്ഡം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താഴ്മ എന്ന വിഷയത്തിന് അല്പം കൂടെ കാര്യമുണ്ട്. അവിടേക്ക് ഞാൻ പോകാതെ അങ്ങ് സൂക്ഷിക്കുക. കാരണം താഴ്മ എന്ന് ചിലർ ചിന്തിക്കുന്നത് ഇങ്ങനെ ഞാൻ ആരോടും വേണ്ടാതൊരു മുറിക്കകത്ത് കയറിയിരിക്കുക, അതല്ല. ജീസസ് തന്നെത്താൻ താഴ്ത്തി. അവിടെ ഒരു രഹസ്യമുണ്ട്. അത് എന്നെ കർത്താവ് സ്പർശിച്ചത്. ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി പിതാവാം ദൈവത്തെ അനുസരിച്ചു. അനുസരിക്കുന്ന താഴ്മ അല്ല. പിന്നെ ആലയത്തിൽ കയറി ചാട്ട ഉണ്ടാക്കിയപ്പോ താഴ്മയായിരുന്നു. അങ്ങനെ പറഞ്ഞ്, ബ്രദറെ പോകാമോ ഇവിടുന്ന്? അങ്ങനെയാണോ പറഞ്ഞത്? അല്ലേ? ഹി ടേൺഡ് ദെയർ ടേബിൾസ് എന്ന് എഴുതിയിരിക്കുന്നു, അല്ലേ? അപ്പൊ അതെന്താ? പിതാവാം ദൈവത്തെ അനുസരിക്കുകയായിരുന്നു. ആരെന്താ വേണേ ചിന്തിക്കട്ടെ, പിതാവ് പറയുന്നത് അങ്ങനെ. അതാണ് ഹ്യൂമിലിറ്റി. നമ്മൾ പലയിടത്തും എന്താ ചെയ്യാത്തെന്നറിയാമോ? ആരെല്ലാവരും ഇരിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തോ ഏറ്റവും വലിയ നിഗളിയാണ് നിങ്ങൾ. നമ്മൾ അഭിനയിക്കുകയാണ് ഹമ്പിളായിട്ട്. ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് എല്ലാം സോപ്പിട്ട് എല്ലാവരും ഇവിടെ ഭയങ്കര വിടുതലൊക്കെ പറഞ്ഞു. അപ്പൊ ആളുകൾ എന്ത് നല്ല മെസ്സേജ്. കർത്താവ് പറയുന്നത് അതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ റൂഡ് ഫെലോ. You have to obey the Lord. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഒബീഡിയൻസ് ഉള്ളയാളാണ് സൗമ്യനായ ആൾ. ജീസസ് അങ്ങനെയാണ്. അപ്പൊ ഇതിന്റെ രണ്ട് വശമാണ്. ചിലർ ഈ ഹമ്പിൾ എന്ന് പറയുമ്പോ എല്ലാം കീറി പറഞ്ഞ്, അതല്ല അതിന്റെ അർത്ഥം. ഞാനൊരു കുറുവിനെ പോലും നമ്മുടെ ആളുകള് ഈ സ്വരം ഇത്രയും വൈബ്രേറ്റ് ചെയ്യാൻ കഴിവുള്ളവരെ മലയാളികളിൽ ഐ നോട്ടീസ്. സാക്ഷ്യമൊക്കെ പറയുമ്പോഴും പ്രസംഗത്തിന് ഇങ്ങനെ ഇതൊക്കെ ഞാനിതൊക്കെ ഇരുന്ന് ശ്രദ്ധിക്കും ആളുകളിൽ. പൊടി പോലെ അങ്ങനെ. പക്ഷെ യോഗം കഴിയുമ്പോൾ ഇത് നമ്പർ 1. ആരും കൈവക്കരുത് ഞങ്ങളോട്. നമ്മൾ ഈ കാര്യങ്ങൾ ഒരുമിച്ച് we are actually meditating the word. ഞാൻ കൺവെൻഷനൊക്കെ പോയി പ്രസംഗിക്കുന്നതാണ്. അതുപോലെ പ്രസംഗം അല്ല ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ കാര്യങ്ങൾ let us think together. നമ്മളിത് മെഡിറ്റേറ്റ് ചെയ്യണം. Is it real? Can somebody live like that? വേദപുസ്തകം എന്താണ് പറയുന്നത്? What is the hope for me? പാപത്താൽ ബന്ധിക്കപ്പെട്ടവരെ കേൾക്കുന്നുണ്ടെങ്കിൽ once you accept that Jesus Christ conquered, overcame in his humanity by the power of the Holy Spirit, ആ ആത്മാവിനെ എനിക്ക് ദാനമായി തരുമെന്ന് പറയുമ്പോൾ എന്തൊരു വിടുതലാണ് നമ്മുടെ ഹൃദയത്തിൽ. തോക്കാൻ വേണ്ടിയല്ല നമ്മളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്, ജയിക്കാൻ വേണ്ടിയാണ്. The key is Jesus in the flesh. Praise the Lord. ദയവായിട്ട് നമ്മൾ ഡോണ്ട് ബി ഇംപ്രസ്ഡ് ബൈ ഈ ആധുനിക ഒത്തിരി ആളുകൾ വന്ന് അവരുടെ രീതികളും മട്ടുകളും ഇതൊക്കെ കണ്ട് നമ്മളൊക്കെ ദൈവദാസനൊക്കെ അങ്ങനെയാണ്. കർത്താവിൽ നിന്ന് കണ്ണെടുക്കരുത്. ജീസസ് ആണ് ദ മോഡൽ. പിന്നെ ഒരു മനുഷ്യൻ പറഞ്ഞു, ഞാൻ കർത്താവിനെ അനുഗമിക്കുന്ന പോലെ എന്നെ. അതാരാ? പോൾ. പഴയ നിയമത്തിൽ ഒറ്റയാൾ മോസസ് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെല്ലാവരും എന്നെ അനുഗമിക്കും? They can't. Jesus is the only man who said, follow me. Paul പറഞ്ഞു, ഞാൻ കർത്താവിനെ അനുഗമിക്കുന്ന പോലെ. Praise the Lord. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന ഭയങ്കര ഈ ജാടകൾ ചിലരുടെ അടുത്തൊന്നും പോകാനൊന്നുമില്ല. കാരണം കോപിക്കുമോ ദേഷ്യപ്പെടുമോ, അയ്യോ ശ്രേഷ്ഠദാസൻ അഭിഷേകമാണ്, ആളുകൾ അങ്ങോട്ട് അടുത്താൽ തെറിച്ചു പോകും. അപ്പൊ ജീസസിന്റെ അടുത്ത് അടുക്കാനും പോകും. ജീസസിനെക്കാട്ടിൽ ഇപ്പൊ അഭിഷേകം ആളുകൾ. You look at Jesus. Why are you deceived? നമ്മൾ എന്ത് ജീസസിൽ നിന്ന് കണ്ണെടുത്താൽ പ്രശ്നമാണ്.
കാരണം ഇന്ന് ഒത്തിരി വെറൈറ്റികളാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും വലിയ മെഷറിംഗ് റോഡ് ജീസസ് ആണ്. ജീസസിന്റെ അടുത്ത് ആൾക്കാരുടെ കൊച്ചു കുഞ്ഞുങ്ങളെ വരെ എടുത്തല്ലേ സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവർക്ക് എന്നൊക്കെ പറയുമ്പോൾ he was among the people. ഫരിസേയര് ഒക്കെ എപ്പോഴും മർമർ ചെയ്ത് ഇവൻ കണ്ടോ പാപികളോട് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. He was with the people. അല്ലാതെ പാപികൾക്ക് അടുക്കാൻ വയ്യ, കാരണം ഭയങ്കരമാണ്, ആരോടും മിണ്ടത്തില്ല. അപ്പോൾ 2-3 ബ്ലാക്ക് കാറ്റുകൾ അപ്പുറത്തും ഇപ്പുറത്തും. ഇതൊന്നും ജീസസ് മിനിസ്ട്രി അല്ല. This is not Jesus ministry. Praise the Lord. നമ്മൾ മടങ്ങി കർത്താവിലേക്കും വചനത്തിലേക്കും മടങ്ങി വരണം. ഇങ്ങനെയൊക്കെ ആളുകൾ വന്ന് നമ്മളങ്ങ് ഇംപ്രസ്ഡ് ആയി പോകും. ഇംപ്രസ്ഡ് ആയി പിന്നെ ഇവരുടെ ചിങ്കിടികളും ഒക്കെ ആയിട്ട് നടക്കും. ജീസസ് ഇസ് ദ റിയൽ പേഴ്സൺ. ജീസസിൽ ഇല്ലാത്തത് മുഴുവനും, see, all that is outside Jesus is sin. ദൈവത്തിന് അംഗീകാരമില്ല. ദൈവം അംഗീകരിക്കുന്നത് ജീസസ് ലൈഫ്. എനിക്കതുപോലെയാകണം. ആ മനോഭാവം താഴ്മയാണ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി പിതാവിനെ അനുസരിക്കുന്ന മനോഭാവം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സോ ഇത് ഇത്രയും ഞാൻ ഇച്ചിരി ദീർഘമായ ഇൻട്രൊഡക്ഷൻ പറഞ്ഞത് നമ്മുടെ മൈൻഡ് ഒന്ന് ഓപ്പൺ ആകാനാണ്. ഈ കോൺഫറൻസിന് വന്ന് ദ ഫുഡ് ഇസ് ഗുഡ്, ദ പ്ലേസ് ഓഫ് റെസ്റ്റിംഗ് ഇസ് വെരി നൈസ്, എല്ലാം നല്ല. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞു പ്രൈസ് ദി ലോർഡ് ഞങ്ങളുടെ എല്ലാം സന്തോഷമാണ്. അതല്ല ലൈഫ് ട്രാൻസ്ഫോർമേഷൻ. അകത്ത് ആത്മാവ് പ്രവർത്തിക്കണം. ഇവിടെ തന്നെ നമ്മളത് എക്സർസൈസ് ചെയ്യണം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞങ്ങൾ ഇതുപോലെ ഞങ്ങളുടെ ചർച്ച് മാത്രമായിട്ട് റിട്രീറ്റിന് പോകും. കഴിഞ്ഞ റിട്രീറ്റിന് ചെന്നപ്പോഴേ ഞങ്ങളുടെ അവിടുത്തെ ഫുഡ് ഒരു നേരത്തെ ഇറ്റ് വാസ് എ ഗുഡ്, നല്ലൊരു പ്ലേസാണ്, നല്ലൊരു റിട്രീറ്റ് സെൻ്ററാണ് കാത്തലിക്സ് നടത്തുന്നത്. ഇറ്റ്സ് എ വെരി ഗുഡ് നീറ്റ് പ്ലേസ്. കോട്ടയത്തിൻ്റെ അടുത്താണ്. എന്തോ അന്നത്തെ ഫുഡ് അത് അത്ര ഭംഗിയൊന്നായില്ല. അപ്പം ഞങ്ങളുടെ സഹോദരന് പ്രയാസമായ പുള്ളിയാണ് പറയുകയൊക്കെ ചെയ്തു. ഈ പ്രാവശ്യം അവരെ വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, വേണ്ട, നിങ്ങൾക്കന്ന് വലിയ പ്രശ്നമൊക്കെ ആയിരുന്നല്ലോ. സ്തോത്രം. വാസ്തവത്തിൽ ആ ഫുഡ് അങ്ങനെ എടുക്കായി അങ്ങനെ ഒരു പ്രോബ്ലം വന്നത് എന്തിനാണെന്നറിയാമോ? നമ്മളുള്ള ക്രിസ്തു അങ്ങനെ ആയിരുന്നെങ്കിൽ ആ പുരോഹിതൻ would have been touched by that life. അകത്ത് നിന്നാണ് ഇത് വരേണ്ടത്. സ്തോത്രം. അകത്താണ് മാറ്റം വരേണ്ടത്. ഞാൻ ഈ ഇൻട്രൊഡക്ഷൻ ഇത്രയും ദീർഘമായിട്ട് പറഞ്ഞു. വാട്ട് ഡു യു തിങ്ക് നൗ? ശരിക്കും ആത്മനിറവ് ഉണ്ടെങ്കിൽ ജീസസ് ഓവർകം ചെയ്തതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയും. ബൈബിൾ എന്നാ പറയുന്നത്, ഒരുവൻ കർത്താവിൽ വസിക്കുകയാണെന്ന് അവകാശപ്പെട്ടാൽ walk like Jesus Christ. ജീസസ് നമ്മളോട് പറയാം, എന്നെ അനുഗമിക്കുക. Praise the Lord. ഇതിലേക്ക് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ വലിയ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 15 വരാം. ചില കാര്യങ്ങൾ മാത്രം 15-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കാര്യങ്ങൾ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അതിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് യേശുവും ശിഷ്യന്മാരും തമ്മിലുള്ള ബന്ധമാണ്. അതൊരു മെറ്റഫോറാണ്. ഇറ്റ്സ് എ മെറ്റഫോർ. യേശു വൈൻ, പിതാവ് തോട്ടക്കാരൻ, കൊമ്പുകൾ ശിഷ്യന്മാര്, ഫലം. നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട വിഷയം അതാണ് ഫലം. ആ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ വ്യാഖ്യാനിച്ചത് ആത്മാവിന്റെ ഫലം, വേറൊരു അർത്ഥത്തിൽ യേശുവിന്റെ സ്വഭാവം. ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത് യേശുവിന്റെ സ്വഭാവമാണ്. അപ്പൊ അതിന്റെ സീക്രട്ട് എന്താ? 4-ാം വാക്യമാണ്. നിങ്ങൾ എന്നിൽ വസിക്കണം, ഞാന്. ദാറ്റ് ഈസ് ദ സീക്രട്ട്. എങ്ങനെയാണ് ഞാൻ കർത്താവിൽ വസിക്കുന്നത്? 7-10 ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ യേശുവിന്റെ വചനം മനസ്സിലാക്കി നിരന്തരമായി ഞാൻ അനുസരിക്കുമ്പോൾ ഞാൻ കർത്താവിൽ വസിക്കുകയാണ്. കർത്താവ് എങ്ങനെയാണ് എന്നിൽ വസിക്കുന്നത്? അനുസരിക്കുന്ന ശിഷ്യന്റെ ഉള്ളിൽ ആത്മാവിനാൽ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം സ്ഥിരതാമസം ആകുന്നു. ഒരു കാര്യം അതിനോട് ചേർത്ത് ഞാൻ പറയാം. 15-ാം അധ്യായത്തിൽ കർത്താവിന്റെ മോഡൽ 9-ാം വാക്യം,
പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എന്റെ സ്നേഹത്തിൽ വസിക്കുകയും. 10-ാം വാക്യം, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ. അവിടെ കണ്ടോ, വചനം അനുസരിച്ചാണ്. അപ്പൊ ജീസസ് ആണ് എൻ്റെ മോഡൽ. പിതാവ് പറഞ്ഞത് മുഴുവൻ ജീസസ് അനുസരിച്ചപ്പോഴാണ് പിതാവിന്റെ ആ സ്നേഹത്തിൽ സ്ഥിരമായി താമസിച്ചുകൊണ്ടിരുന്നത്. ഇതുപോലെ നിങ്ങൾ എന്നെ അനുഗമിക്കുന്നവർ, കർത്താവ് പറയുന്നത്, ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ അനുസരിച്ചാൽ you will abide in my love. Praise the Lord. എന്തുകൊണ്ടാണ് കർത്താവ് പിതാവിന്റെ എല്ലാ വചനങ്ങളും അനുസരിച്ചത്? 14-ാം അധ്യായം 31-ാം വാക്യം, എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു എന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നു എന്നും ലോകം അറിയട്ടെ. എഴുന്നേൽക്കുവീൻ, നാം പോകാം. അവ എന്തുകൊണ്ടാണ് കർത്താവ് എല്ലാം അനുസരിച്ചത്? He was loving the Father. നമ്മൾ എന്തുകൊണ്ടാണ് കർത്താവിനെ അനുസരിക്കുന്നത്? യോഹന്നാൻ 14:15 നോക്കിയേ. യോഹന്നാൻ 14 അതിന്റെ 15-ാം വാക്യം, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളൂ. സ്തോത്രം. നമ്മൾ കർത്താവിനെ ആഴമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ തുറന്ന ഡെമോൺസ്ട്രേഷൻ ആണ് ഒബീഡിയൻസ്. ഒബീഡിയൻസ്, കൽപ്പനകൾ എന്ന് പറഞ്ഞാൽ ഏതാ കൽപ്പന? സാധനപ്പെട്ടതല്ലേ? യേശു പറഞ്ഞത് മുഴുവൻ കൽപ്പനയാണ്. അത് നിരന്തരമായി അനുസരിക്കുന്ന ആൾ, യു ആർ അബൈഡിങ് ഇൻ ദ വൈൻ. അങ്ങനെയുള്ളവരിലാണ് കർത്താവ് അവിടുത്തെ ആത്മാവിനാൽ താമസിക്കുന്നത്, സ്ഥിരമായി വന്ന് താമസിക്കുന്നത്. അങ്ങനെയുള്ളവരിൽ ഓട്ടോമാറ്റിക്കായി ഫ്രൂട്ട്, ക്രിസ്തുവിന്റെ സ്വഭാവം വെളിപ്പെടും. പക്ഷേ 2 തരത്തിലുള്ള ഡിസൈപ്പിൾസ് ഉണ്ട് എന്ന് 2-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഗ്രഹിച്ചിരുന്നു. ഫലം കായ്ക്കാത്ത അതേത് കൊമ്പുകളാണ്? ഞാൻ നിങ്ങളോട് 2 കാര്യം പറഞ്ഞു. ഒന്ന്, ഇത് വളരെ സീരിയസ് ആണ്. ഇന്നലെ ഉണ്ടായിരുന്നവർക്ക് അത് മനസ്സിലായോ? അതിന്റെ സീരിയസ്നെസ് ഒന്നും എനിക്ക് അറിയില്ല. ഒന്ന്, ഭാവിക്കുന്നു ഞാൻ ഇന്ന ക്രിസ്ത്യാനിയാണ് അല്ലെങ്കിൽ ശിഷ്യനാണ്, പെന്തിക്കോസിലാണെന്നൊക്കെ ഭാവിക്കുന്നു. ഉള്ളിൽ ദൈവവുമായിട്ടൊരു ബന്ധവുമില്ലാത്ത ആളുകളുണ്ട്. 2, രക്ഷിക്കപ്പെട്ടൊരിക്കൽ പക്ഷേ അപ്പോസ്റ്റസി, പിന്മാറിപ്പോയ ആളുകൾ, ഫലം കായ്ക്കാതെ ക്രിസ്തു സ്വഭാവം വെളിപ്പെടാതിരുന്നാൽ ഗാർഡനർ, പിതാവാം ദൈവം വിൽ റിമൂവ് യു. എന്നിട്ട് 6-ാം വാക്യം പറയുന്നത് അവരെ കൊണ്ട് കൂട്ടി തീയിൽ കൊണ്ട് ഇടും. അപ്പൊ ഇവിടെ ഇന്നലെ പറയാത്ത ഒരു കാര്യം പറയാം. ഈ നീക്കം ചെയ്ത ഫലമില്ലാത്ത കൊമ്പുകളുടെ പ്രൈമറി ആപ്ലിക്കേഷൻ ജൂഡസ് ആണ്. കർത്താവ് ഇപ്പൊ എവിടെയോട്ട് പോവുക? ഗെത്സമനയിലോട്ട് പോവുക. 11 പേരോടാണ് ഇത് പറയുന്നത്. അവർ ഇത് കേൾക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ടോക്കിംഗ് അബൌട്ട് ജൂഡസ്. ജീസസിലായിരുന്നു ഒരു കാലഘട്ടം. പിന്നീട് ഫാദർ റിമൂവ്ഡ് ഹിം. ഇവരിപ്പോൾ 11 പേര് ഫലം കായ്ക്കുന്നവരാണ്. അതാണ് 3-ാം വാക്യത്തിൽ 15:3 നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പൊ ജൂഡസിനെ നീക്കം ചെയ്തു എന്ന് പറയുമ്പോൾ ദയവായി ഇന്ന് പകൽ ശ്രദ്ധിക്കണം. ജൂഡസ് ആരാണ്? യേശു തെരഞ്ഞെടുത്ത ആളാണോ? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 70-71 വാക്യം. അവരോട്, നിങ്ങളെ 12 പേർക്ക് ഞാൻ തെരഞ്ഞെടുത്തില്ലയോ? എങ്കിലും നിങ്ങളിൽ ഒരുത്തൻ പിശാചാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ ജീസസ്, അത് യൂദയെ കുറിച്ചാണ് അടുത്ത വാക്യത്തിലുണ്ട്. അപ്പൊ ജീസസ് തെരഞ്ഞെടുത്തു. പക്ഷെ ഹി ലേറ്റർ തന്റെ മനസ്സ് മാറിപ്പോയി. നമുക്കറിയാം കാര്യം, പണക്കൊതിയനായി മാറി. നിങ്ങൾക്കറിയാമോ യൂദ അത്ഭുതം ചെയ്തിട്ടുണ്ടെന്ന്? He did many miracles. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 7-ാം വാക്യം ആദ്യം വായിച്ചിട്ട് വേണം 12-ഉം 13-ഉം വായിക്കാൻ. അവൻ അനന്തരം 12 അടുക്കെ വിളിച്ചു, അവരെ ഈരണ്ടായി അയച്ചു തുടങ്ങി. അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു. അവ യൂദയ്ക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം ഉണ്ടോ? ഇനി 12-ഉം 13-ഉം കൂടെ. അങ്ങനെ അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചു. അപ്പൊ യൂദയുടെ ടോപ്പിക് എന്തായിരുന്നു? മാനസാന്തരപ്പെടുക. എന്നിട്ട്
വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകം രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു. യൂദ എവിടെ പോയി? He went to hell. ഇത് വളരെ സീരിയസ് ആണ്. നമ്മൾ നമ്മുടെ കാര്യം അങ്ങനല്ല. യേശുവിന്റെ കൂടെ നടന്ന ഈ ദൈവരാജ്യ പ്രസംഗം മുഴുവൻ കേട്ട് കർത്താവ് കൊടുത്ത അധികാരത്തിൽ നിന്നുകൊണ്ട് ഈ അത്ഭുതങ്ങൾ ചെയ്ത മനുഷ്യൻ കർത്താവ് യു ബിലോങ് ടു ദ ഡെവിൾ, സൺ ഓഫ് പെർഡിഷൻ എന്നാ വിളിക്കുന്നത്. നീ ജനിച്ചില്ലായിരുന്നെങ്കിൽ നല്ലായിരുന്നു. എന്താ വിഷയം? ഫലം ഇല്ല. ഒരു സമയം വരെ നിന്നു, പിന്മാറിപ്പോയി. ഈ അനുഭവമാണ് എല്ലാവർക്കും ഉണ്ടാകുന്നത്. പ്രൈമറി ആപ്ലിക്കേഷൻ ജൂഡസിൻ്റെതാണ്. വളരെ സീരിയസ് ആണിത്. പെന്തക്കോസ്ത് സമൂഹം മടങ്ങി വരണം വചനത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ കൈവിടപ്പെട്ടു പോകും. ബൈബിളിലെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇനി മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് വന്നിട്ട് 7-ാം അധ്യായം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വാക്യം, 7-ാം അധ്യായം അതിന്റെ 21 മുതൽ ഉള്ള വാക്യങ്ങൾ. മാത്യു 7:21. ഓക്കെ, അടുത്തത് നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും കർത്താവ് എന്ത് പറയും അവരോട്? ഞാൻ നിങ്ങളെ ഒരു നാൾ പറഞ്ഞില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട്. ഇവർക്ക് ഫ്രൂട്ടില്ല. അധർമ്മം, ലോലെസ്നെസ്, ഡിസൊബീഡിയന്റ്. ഫ്രൂട്ടില്ല, പക്ഷേ ഗിഫ്റ്റ് ഉണ്ടായി. വാട്ട് എ ഡേഞ്ചർ. ആളുകൾ ചിന്തിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്ന രോഗം സൗഖ്യമാകും, ഓക്കെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കർത്താവ് കണ്ടോ ഞാൻ പ്രാർത്ഥിച്ച് പോകണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പറയാം, ഏത് വലിയ പുള്ളിയാണെങ്കിലും ഫ്രൂട്ട് ഇല്ലെങ്കിൽ യു ആർ ഇൻ ഡേഞ്ചർ. വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. എത്രയോ ആളുകൾ, എത്രയോ നമ്മുടെ യൗവനക്കാർ ഈ ഡിസപ്ഷനിലാണെന്നറിയാം. എവിടെയെങ്കിലും ഒരു പ്രവചനമെല്ലാം പറഞ്ഞ സംഗതി അങ്ങ് എറിച്ചെന്നിരിക്കട്ടെ. ഈ അടുത്തത് ഒരു ആൾ പറഞ്ഞു, ഞാൻ വിശ്വാസത്താൽ പോയി അങ്ങ് പറഞ്ഞതാണ്. കാരണം ഒരു കോമൺ പേര് പുള്ളി അങ്ങ് വിളിച്ചു. സംഗതി ഏതായാലും കറക്റ്റ്. അതുപോലെ സ്ത്രീകൾക്ക് തൈറോയിഡ് എന്ന് പറയുന്ന വിഷയം, തൈറോയിഡിന്റെ അത് ഇന്ന പേര്, സംഗതി ക്ലിക്കായി. ഇത് പുള്ളി പരസ്യമായിട്ട് പറഞ്ഞ കാര്യം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അത് സ്വർഗത്തിൽ പോകുന്ന കാര്യമോ കർത്താവിന്റെ അംഗീകാരം ഉണ്ടെന്നോ ഒന്നും കാണിക്കുന്നില്ല. നമ്മൾ വളരെ സൂക്ഷിക്കണം ഈ കാര്യം. ജീസസ് ലൈഫ് മാനിഫെസ്റ്റ് ചെയ്യണം. അത് അനുസരണത്തിലൂടെ, ദൈവാത്മാവിന്റെ സഹായത്തിലൂടെ. ഫ്രൂട്ട്ലെസ് ബ്രാഞ്ചിനെ ഹി വിൽ റിമൂവ്. ജൂഡസിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇന്നുള്ള എല്ലാ ഫ്രൂട്ട്ലെസ്സിനെയും the Father will remove. ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ളവരെ പ്രൂൺ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എന്നെ ദൈവത്തിന്റെ ആത്മാവ് പ്രേരിപ്പിച്ച ഒരു കാര്യമാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. ഫ്രൂട്ട് ഉള്ളതിനെ പ്രൂൺ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞു ഇന്നലെ. 3-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ, വചനത്താൽ. ഫ്രൂട്ട് വരാൻ എന്താ ചെയ്യേണ്ടത്? അവന് വസിക്കുക എന്ന് പറഞ്ഞാൽ എന്നാ? അവന്റെ വചനം. അവയെല്ലാം വചനം, വചനം, വചനം. ശരി, ഈ മുന്തിരി വള്ളിയിൽ കയറിയതെങ്ങനാ? അത് രക്ഷിക്കപ്പെട്ടതെങ്ങനാ? വചനത്താലും ആത്മാവിനാലും. എല്ലാം വചനം, 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 വചനം. ഒരു കാര്യം ഇപ്പൊ സഭയിൽ ഇല്ലെന്നുള്ളത് വചനമാണ്. This is the danger. ഇതൊരു ശത്രു ചെയ്തതാണ്. നിങ്ങൾ ഈ തിരുവെഴുത്ത് നോക്ക്. രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാ? കെടാത്ത ബീജമാകുന്ന ദൈവത്തിന്റെ വചനത്താൽ. അവനിൽ വസിച്ച് അവന്റെ സ്വഭാവം എങ്ങനെയാ? വചനത്താൽ. ചെത്തുന്നത് എങ്ങനെയാ? വചനത്താൽ. മായമില്ലാത്ത പാല് കുടിച്ചാണ് വളരേണ്ടത്, അത് വചനത്താൽ. ശിഷ്യത്വത്തിലേക്ക് എങ്ങനെയാ വരുന്നത്? വചനത്താൽ. യോഹന്നാൻ 8:47 ദൈവ മക്കളാരാ? വചനമനുസരിക്കുന്നത്. നമ്മുടെ ചർച്ചയിൽ ഇല്ലാതെ പോയതെന്നറിയാമോ? വചനം ശരിക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിപ്പിക്കുന്ന ചർച്ചകൾ എത്ര ഉണ്ട്. സ്റ്റോറീസ് നമുക്കിഷ്ടം. ആളിളകുന്ന അപ്പൊ അതിനെ ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കും.
We have lost direction. ആളുകൾ ചിന്തിക്കുന്ന ഈ ആളുകളെല്ലാം കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ അത് ശുശ്രൂഷയുടെ ഏതാണ്ട് അനുഗ്രഹം. ഞാൻ ശാന്തമായിട്ട് ഇന്ന് കാര്യങ്ങളൊക്കെ പറയുന്നു. ആളുകൾ കൈയിടിക്കുമ്പോഴാണോ നമുക്ക് ദൂത് വരുന്നത്? ചിലർ അങ്ങനെ പറയും, ആരാധിക്കാല്ലേ ദൂത് വരത്തില്ല. അതൊക്കെ ഡിസെപ്ഷൻസ് ആണ്. ഞാൻ ഉടനെ ചിന്തിക്കുന്ന എങ്ങനെയാണെന്ന് ജീസസ് എങ്ങനെയായിരുന്നു? പത്രോസ് ഞാൻ കൈയടിച്ചു. നമ്മൾ വി ആർ ഡിസീവ്ഡ്. വേറെ കുറെ പുള്ളികൾക്ക് ഈ എന്താ ഓർഗൻ വെച്ച് വായിച്ചില്ലെങ്കിൽ ദൂത് വരത്തില്ല. ജീസസ് അങ്ങനെയായിരുന്നോ? അന്ത്രയോസ് നീ എന്തിയടാ എന്ന് കൊണ്ടുവന്നില്ല. ഇതെല്ലാം ഡിസെപ്ഷൻസ് ആണ്. നമ്മൾ പിന്നെ ഈ വലിയ കൂട്ടും സൂട്ടും ഒക്കെ ഇട്ട് പുള്ളികളൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ അങ്ങനെ ആയിരിക്കും. വചനത്തിന്റെ പ്രാധാന്യത കണ്ടോ? വരം കഴിക്കുന്നതിനുള്ള ബന്ധത്തിൽ യേശുവിന്റെ സ്വഭാവം നമ്മളിൽ വെളിപ്പെടാതിരിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് വചനത്തിന്റെ ദാരിദ്ര്യമാണ്. ഈ വചനം എന്ന് പറയുമ്പോൾ ജലി ചിന്തിക്കുന്ന ഇപ്പൊ ഉൽപ്പത്തി നിന്നെടുത്ത് വെളിപ്പാടി ഒന്നെടുത്ത് വചന ശുശ്രൂഷ, അതല്ല വചന ശുശ്രൂഷ. ഒരു ഭാഗമെടുത്ത് അതിനെ എക്സ്പോസിറ്ററിയായി കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് ജനത്തെ ഇതാണ് സത്യമെന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ചുമതല, ഉത്തരവാദിത്തമാണ് ഒരു ലോക്കൽ ലീഡറിനുള്ളത്. വചനം പഠിപ്പിക്കാത്തവൻ ദൈവത്താൽ ആക്കി വെച്ച നേതാവല്ല. I'll tell you that point blank on your face. എങ്ങനെ അറിയാം? 1 തിമോത്തിയോസ് 3-ാം അധ്യായം 1 മുതൽ 7 വരെയും തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ പാസ്റ്റേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ ഇത് ഓവർലാപ്പിംഗ് ആയിട്ടുള്ള 2 ലിസ്റ്റുകളാണ്. അതിനകത്ത് പാസ്റ്ററുടെ കുടുംബജീവിതത്തെ കുറിച്ചുണ്ട്, അതിനകത്ത് പാസ്റ്ററുടെ സോഷ്യൽ ലൈഫിനെ കുറിച്ചുണ്ട്, അതിനകത്ത് പാസ്റ്ററുടെ ഫൈനാൻഷ്യൽ ലൈഫിനെ കുറിച്ചുണ്ട്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒറ്റ കാര്യങ്ങളുള്ളൂ, പ്രൊഫഷണൽ ലൈഫിനെ കുറിച്ച്. ഹി മസ്റ്റ് ബി ഏബിൾ ടു ടീച്ച്. വചനം പഠിപ്പിക്കാത്ത ഒരാളാണ് ലോക്കൽ ഇടയനെങ്കിൽ ഐ ഡൗട്ട് വെദർ ഗോഡ് ഹാസ് അപ്പോയിന്റഡ് യു. പ്രൈസ് ദി ലോർഡ്. ഇനിയിപ്പോ എല്ലാം പാസ്റ്റർമാരാവും. അവിടുന്ന് ഒരുത്തരെ പിടിച്ചു എല്ലാം പാസ്റ്റർ. ഞാൻ നിങ്ങളോട് തുറന്ന സത്യം പറയാം, many are not pastors. അത് നിങ്ങളോട് മാത്രമല്ല, ഞാൻ ലോകത്തോട് പറഞ്ഞിട്ടുണ്ട് ഈ TV മാധ്യമത്തിലൂടെ. സ്തോത്രം. ഇങ്ങനെ ഒരു ഭയങ്കര കെട്ടിനകത്താണ് സ്തോത്രം. ദൈവത്താൽ അപ്പോയിന്റഡ് ആകാതെ എത്രയോ ഭാഷമാരുണ്ട്. അവളെ കൈപിടിക്കുന്നു, പിന്നെ ഗസ്റ്റ് ചോദിച്ചു എന്തെങ്കിലും ചില്ലറ കൊടുത്ത് അയാളെന്തെങ്കിലും പറയും. This is the system they follow. Praise the Lord. എന്തുകൊണ്ടാണ് ഫലം കായ്ക്കാത്തത്? ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ വരാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം It's in the word. രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, രക്ഷിക്കപ്പെടാൻ തന്നെ വചനമാണ് വേണ്ടത്. നിരന്തര ദൈവവചനം കേൾക്കുമ്പോൾ ആത്മാവും വചനമുണ്ട്. ഇതാണ് തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം 5 മുതൽ 7 വരെ വായിക്കുമ്പോൾ ആത്മാവിന്റെ നവീകരണം എന്ന് എഴുതിയിരിക്കുന്നു. രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ആത്മാവ് പ്രവർത്തിച്ചത് കൊണ്ടാണ് വചനത്താൽ നമ്മൾ രക്ഷിക്കപ്പെട്ടത്. എന്നിട്ട് ആത്മാവ് നമ്മളെ വിട്ടില്ല, നിരന്തരം വചനത്തിലൂടെ നമ്മളെ നവീകരിക്കുക. എങ്ങോട്ട്? ക്രിസ്തുവിന്റെ സ്വഭാവത്തോടെ അനുരൂപമാണ്. Praise the Lord. Hallelujah. സ്തോത്രം. നമ്മൾ മടങ്ങി വരണം. ഞാനൊരിക്കലും ഇത് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഈ വിഷയം ഇതല്ലായിരുന്നു. പാസ്റ്റേഴ്സ് ഒരു മീറ്റിങ്ങില്, ഇന്നും എനിക്ക് തോന്നുന്നു ലീഡേഴ്സ് മീറ്റിംഗ് ആയിട്ടുണ്ട്. ഒരു പാസ്റ്റർ റിസൈൻ ചെയ്തു ഒരു വലിയ പ്രസ്ഥാനത്തിൽ. ആ പ്രസ്ഥാനത്തിലുള്ള ആളുകൾ പറഞ്ഞു അദ്ദേഹം റിസൈൻ ചെയ്തു. ഞാൻ ഓർത്ത അയാൾ ഒരു സിൻസിയർ മനുഷ്യനാണ്. ബിക്കോസ് അദ്ദേഹം ദൈവത്താൽ അപ്പോയിന്റഡ് അല്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. റിസൈൻ ജോബ്. കർത്താവിന്റെ വേല ഇടയ ശുശ്രൂഷ മാത്രമല്ല, ഇടയ ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ടവർ വേറെ പോയി ചെയ്യരുത്. അവരവർ ദൈവത്തിന്റെ വിളി അറിയട്ടെ, ദൈവസന്നിധിയിൽ മനസ്സിലാക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സോ ഇന്നലെ ഇന്നുമായിട്ട് നമ്മൾ ഇനി പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് ഇറങ്ങുകയാണ്.
ജീസസ് ലൈഫ് നമ്മളിൽ വെളിപ്പെടണം. ഞാൻ മുഖവരയായി അല്പം ദീർഘമാണെങ്കിലും പറഞ്ഞത്, ജീസസിന്റെ ഹ്യൂമാനിറ്റിയെ കുറിച്ചുള്ള വെളിപ്പാട് നമ്മൾ സ്വീകരിച്ചാൽ, വിശ്വസിച്ചാൽ, ആത്മനിറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ ഉള്ള ഒരു ജീവിതം ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയും. അത് ഒറ്റയടിക്കല്ല, 10 വർഷം കൊണ്ടോ 20 വർഷം കൊണ്ടല്ല, അനുദിനമുള്ള മാറ്റമാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്നിട്ട് ഇന്നലെ വായിച്ച ഭാഗത്ത് യോഹന്നാൻ 15 നമ്മൾ വന്നിട്ട് ഒന്ന് റിവൈസ് ചെയ്ത് പറയാത്ത 2 കാര്യങ്ങൾ. ജൂഡസ് ആണ് ഇവിടുത്തെ പ്രൈമറി ആപ്ലിക്കേഷൻ. ജൂഡസിന് എന്തൊക്കെ ഗിഫ്റ്റിംഗ് ഏരിയാസ് ഉണ്ടായിരുന്നിട്ടും ഫലം കായ്ക്കാതെ പോയപ്പോൾ ഹി വാസ് റിമൂവ്ഡ്. അതുകൊണ്ട് നമ്മൾ എത്ര വലിയ ആളാണെങ്കിലും ദൈവം ആഗ്രഹിക്കുന്ന ഫലം കായ്ച്ചില്ലെങ്കിൽ we will be removed. പിന്നത്തേതിൽ നരകത്തിലിടും. അതതിന്റെ അർത്ഥം, 6-ാം വാക്യത്തിന്റെ അർത്ഥം തീക്കകത്തിടുമെന്ന് പറഞ്ഞാൽ കായ്ക്കുന്നതിനെ ചെത്തും വചനത്താൽ. വചനത്തിന്റെ പ്രാധാന്യത ഞാൻ ഇവിടെ കൊണ്ടുവന്നു. ഫലം കായ്ക്കുന്ന നിമിത്തം എന്താണ്? 8-ാം വാക്യം, പിതാവ് മഹത്വം എടുക്കുന്നു. നമുക്കിനി 2-3 സെഷൻസ് ഉള്ളത് കൊണ്ട് ദൈവാത്മാവ് എനിക്ക് പ്രേരണ തരുന്ന ക്രിസ്തുവിന്റെ സ്വഭാവത്തിലെ ചില കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ താല്പര്യപ്പെടുന്നു. 3-ാമത്തെ വിഷയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ താല്പര്യപ്പെടുക. അപ്പൊ നിങ്ങൾ പേഴ്സണലി ചെയ്യേണ്ട ഹോംവർക്ക് ഇതാണ്. യു ഗോ ത്രൂ ദ ഗോസ്പൽസ്, എപ്പിസിൽസ് എല്ലാം. ലുക്ക് അറ്റ് ജീസസ്. ജനനം മുതൽ നിങ്ങൾ യേശുവിനെ പഠിക്കുന്നത് ജീവിത ലക്ഷ്യമാക്കി മാറ്റിയിട്ട്. ഹോളി സ്പിരിറ്റ് ചെയ്യുന്ന 2 കാര്യം എന്താണെന്നറിയാമോ? ഈ വചനത്തിലൂടെ നമ്മളെ ജീസസിനെ കാണിക്കും, എന്നിട്ട് നമ്മുടെ മേൽ കൃപ പകരും ഇതുപോലെ ആയിത്തീരാൻ. ഹോളി സ്പിരിറ്റ് ഡസ്. നിങ്ങളത് ചെയ്യണം. നമ്മുടെ ഈ ലിമിറ്റഡ് സമയത്തിന് എല്ലാം കൂടെ പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. അപ്പൊ അങ്ങനെ ഒരു പെട്ടെന്ന് ഇന്ന പോയിന്റ് എല്ലാം എഴുതിയെടുക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. സ്തോത്രം. നമുക്ക് നിങ്ങളെല്ലാവരും വചന പരിജ്ഞാനം ഉള്ളവരും ഒക്കെ ഉള്ളതാ. നിങ്ങൾക്ക് പഠിക്കാൻ ദൈവം കൃപ തന്നിട്ടുണ്ട്, സമയവും സാവകാശവും ഒക്കെ തന്നിട്ടുണ്ട്. യു ഡു ദാറ്റ്. എന്നാൽ നിങ്ങളെ അറിയിക്കാൻ എൻ്റെ ഉള്ളത്തിൽ പ്രേരണയുള്ള ഒരു 2-3 കാര്യങ്ങളാണ്. അതിൽ ഒരെണ്ണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 12 മടങ്ങി വരിക. 12-ാം അധ്യായത്തിന്റെ സഹോദരിമാരാരും വായിച്ചാട്ട് 23 മുതൽ ഉള്ള വാക്യങ്ങൾ. 12-ന്റെ ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തന്റെ ജീവനെ പായിക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്നെ സെർവ് ചെയ്യുന്ന ഒരാൾ. അപ്പൊ അതിന്റെ പ്രൈമറി ആപ്ലിക്കേഷൻ കർത്തൃവേലയിലായിരിക്കുന്നവർക്ക് വേണമെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തു. പക്ഷെ ഞാൻ അതിന്റെ വിശാല അർത്ഥത്തിലാണ് സംസാരിക്കുന്നത്. വി ആർ ഓൾ കോൾഡ് ടു സെർവ് ദ ലോർഡ്. അങ്ങനെയാണെങ്കിൽ യേശുവിൽ വെളിപ്പെട്ട ഈ ഒരു സ്വഭാവം ക്രിസ്തുവിനെ അനുഗമിക്കുന്ന നമ്മളിൽ വെളിപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. തുറന്നങ്ങനെ പറഞ്ഞു. എന്താണ് ഈ കാര്യം എന്നുള്ളത് നമ്മൾക്കൊന്ന് ശ്രദ്ധിക്കാം. ക്രൂശ് മരണത്തോട് വളരെ അടുക്കുന്ന സമയത്ത് 20-ാം വാക്യം മുതൽ വായിച്ചാൽ, പെരുന്നാളിൽ നമസ്കരിക്കുവാൻ വന്നവരിൽ ചില യവനന്മാർ ഉണ്ടായിരുന്നു, ഗ്രീക്ക് പീപ്പിൾ. ഇവർ ഗലീലയിലെ ബേത്സയിദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് അവനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. ഫിലിപ്പോസിനോട് പറഞ്ഞപ്പോൾ നേരിട്ട് പോകാൻ അന്ത്രയോസ് ഓർത്തു, ഇത് യേശു തന്നെ ഡിസൈഡ് ചെയ്യട്ടെന്ന് കണ്ട് യേശുവിന്റെ അടുക്കൽ ഈ റിക്വസ്റ്റുമായിട്ട് വന്നിരിക്കുക. റിക്വസ്റ്റ് എന്താണ്? ഗ്രീക്ക് ആളുകൾ, ജാതീയ പശ്ചാത്തലത്തിലുള്ള ആളുകൾക്ക് യേശുവിനെ ഒന്ന് കാണണം. അവർ പെരുന്നാളിൽ വന്നു. അപ്പം അവർക്ക് ഒരു പക്ഷെങ്കിൽ യഹൂദന്മാരുടെ ആരാധന രീതികളും ക്രമങ്ങളും യാഹ്വയെ കുറിച്ചുള്ള അറിവും ഒക്കെ ഉള്ളവരായിരിക്കാം. യേശു 12-ാം അധ്യായത്തിൽ നമുക്കറിയാം ബെഥാന്യ വഴി വരുന്ന സമയമാണ്. അപ്പൊ ലാസറിനെ ഉയർപ്പിച്ചതും കാര്യങ്ങളൊക്കെ കേട്ടതുകൊണ്ടോ
ആലയത്തിൽ ശുദ്ധീകരണം നടത്തിയപ്പോൾ അവിടെ യേശു പറഞ്ഞ ചില വാക്കുകൾ പ്രധാനമായി എന്റെ ആലയം ആർക്ക്? ഫോർ ഓൾ നേഷൻസ് എന്നുള്ള പ്രയോഗമൊക്കെ ഇവർ മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കാം ഈ ജീസസിനെ ഒന്ന് കാണണമെന്നൊരു റിക്വസ്റ്റുമായിട്ട് വരുന്നത്. ഓക്കെ, ഫിലിപ്പോസ് അന്ത്രയോസിനോട് പറയുന്നു, അന്ത്രയോസ് എന്ന് കർത്താവിനോട് പറഞ്ഞു. 23-ാം വാക്യം, യേശു അവരോട് ഉത്തരം പറഞ്ഞത്. ഇവിടെ ശ്രദ്ധിക്കണം, ഈ റിക്വസ്റ്റുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ യേശു പറയുന്നതായിട്ട് നമുക്ക് തോന്നിപ്പോകും. നോക്കിയ 23-ാം വാക്യം, യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. അവര് പറഞ്ഞത് എന്തുവാ? യേശുവിനെ ഒന്ന് യേശു പറഞ്ഞ എന്താ? മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിങ്ങൾ പഠിച്ചാൽ നാഴിക വന്നിട്ടില്ലെന്ന് പറഞ്ഞ് കർത്താവ് കുറെ പറയുന്നുണ്ട്. ഇവിടെയാണ് പ്രൈമറിയായിട്ട് ആദ്യം തുടങ്ങുന്നത്. വന്നെന്ന് എപ്പോഴാ പറയുന്നതെന്ന് അറിയാമോ? ഗ്രീക്സ് വന്നപ്പോൾ കർത്താവിന് മനസ്സിലായി ടൈമായി. ഫോർ ഓൾ ദ പീപ്പിൾ, യാഗമാകാനുള്ള ടൈമായി. 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ അമ്മ മറിയത്തോട് കർത്താവ് പറയുന്നത് എന്താ? എന്റെ നാഴിക. മറ്റിടത്ത് പലയിടത്ത് പിടിക്കാൻ നോക്കുന്നുണ്ട്, കൊല്ലാൻ നോക്കുന്നുണ്ട്, നാഴിക വന്നിട്ടില്ല, ആർക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. കർത്താവിന് മനസ്സിലായി ദ ടൈം ഫോർ ഗ്ലോറിഫിക്കേഷനാ. ക്രൂശ് മരണത്തെ കർത്താവ് കണ്ടത് എങ്ങനെ? പരാജിതനല്ല കേട്ടോ ക്രൂശിൽ. When people don't know God's word, ക്രൂശിതനായ ക്രിസ്തു പരാജിതനാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് അടിച്ചുവിടും. How did Jesus see his crucifixion? It was glorification. എന്നിട്ട് യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. 24-ാം വാക്യം, അതിനോടുള്ള ബന്ധത്തിലാണ്, ക്രൂശും മരണത്തോടുള്ള ബന്ധത്തിലാണ് ഇതിന്റെ പ്രൈമറി ആപ്ലിക്കേഷൻ. 24-ാം വാക്യം, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തു എങ്കിലോ വളരെ. What's the meaning of that? തേജസ്കരിക്കപ്പെടാനുള്ള നാഴിക ക്രൂശ് മരണത്തെ കുറിച്ചാണെന്ന് താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആണ്. തേജസ്കരിക്കപ്പെടുക എന്നുള്ളത് കർത്താവ് അതാണ് ഉദ്ദേശിച്ചത്. എന്നിട്ട് കർത്താവ് പറയാണ്, കോതമ്പ് മണി നിലത്ത് വീണ്, ക്രൂശ് മരണത്തെ കുറിച്ച് പറയാ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന കോതമ്പ് മണി ഈ ലോകത്തിൽ വിതയ്ക്കപ്പെടുകയാണ്. തന്നെ വേണേ ഇരിക്കാം, തന്നെ ഇരുന്നാൽ ലൈഫ് പുറത്തു വരത്തില്ല. ഒരു കാർഷികമായിട്ടുള്ള ഒരു ഫാമിങ്ങിൽ നിന്ന് കർത്താവ് എടുത്തു പറയാണ്, കോതമ്പ് മണിയുടെ ലൈഫ് പുറത്തു വരണമെങ്കിൽ വിതച്ച് ഇതിന്റെ പുറത്തോട് പൊട്ടുമ്പോൾ ലൈഫ് വെളിയിൽ വന്നാൽ മൾട്ടിറ്റ്യൂഡ്സ് ഗോതമ്പ് മണി ഉണ്ടാകും. കർത്താവിന്റെ ക്രൂശ് മരണത്തിലൂടെ ലൈഫ് കൊടുക്കുമ്പോൾ തന്നിൽ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് നിത്യജീവൻ ഉണ്ടാകും. പ്രിൻസിപ്പിൾ എന്താ? ലൈഫ് ത്രൂ ഡെത്ത്. ബൈബിളിലെ ഒരു നിയമമാണ് ലൈഫ് ത്രൂ ഡെത്ത്. എന്നിട്ട് 25-ാം വാക്യത്തിൽ കർത്താവ് ഇത് തന്നെ അനുഗമിക്കുന്ന എല്ലാവർക്കും അപ്ലൈ ഇല്ല. പ്രൈമറിലി ജീസസിന്റെ ഇമ്മീഡിയറ്റ് ഡെത്ത് ഓൺ ദ ക്രോസ്, കർത്താവ് പറയാണ്, തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. എന്നിട്ട് ജീവനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അടുത്ത വാക്യത്തിലുണ്ട്, ഇഹലോകത്തിൽ തന്റെ ജീവനെ. അപ്പം എഴുത്ത വാക്യം തന്റെ ജീവനെ സ്നേഹിക്കുന്ന പറഞ്ഞാൽ ഇഹലോകത്തിലെ ജീവിതം സ്നേഹിക്കുന്നവൻ അതിനെ, ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ. That's the principle of death. Physical death ഉണ്ട്, spiritual death ഉണ്ട്, eternal death ഉണ്ട്. ഇവിടെ dying to self. ആദ്യം ക്രൂശമരണത്തിന്റെ കാര്യം പറഞ്ഞിട്ട് പറയുകയാണ്, ഈ ഗോതമ്പ് മണി ചാകണം, പൊട്ടി ലൈഫ് വരും. എന്നിട്ട് പറയാ, എന്നെ അനുഗമിക്കുന്നവര് ഇഹലോകത്തിൽ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ പകയ്ക്കണം.
അങ്ങനെയാണെങ്കിൽ നിത്യജീവനായി നിങ്ങൾ അതിനെ സൂക്ഷിക്കും. ഇഹലോകത്തിൽ നിങ്ങൾ ആ ജീവിതമാണ് സ്നേഹിക്കുന്നതെങ്കിൽ യു ലൂസ് യുവർ ലൈഫ്. That's a tremendous statement. What is the meaning of this? നമ്മളിവിടെ ജീവിക്കാനല്ലേ വന്നേ. ഇതിനോടുള്ള ബന്ധത്തിൽ ഈ പ്രസംഗങ്ങളും ഈ പ്രവചനങ്ങളും എല്ലാം നിങ്ങൾ വിലയിരുത്തുന്നേ. എല്ലാം ഇവിടുത്തെ കാര്യമല്ലേ പറയുന്നത്. അങ്ങനെ കിട്ടും, ഇത് കിട്ടും, അത് കിട്ടും. ജീസസ് പറഞ്ഞ എന്താ? യു ഡൈ ടു യുവർസെൽഫ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ എന്റെ ജീവിതത്തിന് ദൈവവിഷയമായുള്ള ബന്ധത്തിൽ എന്റെ സുഖങ്ങൾ, സൗകര്യങ്ങൾ, എന്റെ സകലതും I hate. ഈ ലോകത്തിലെ എന്റെ ലൈഫിൽ ഞാൻ എനിക്ക് വേണ്ടിയല്ല, എന്റെ അംബിഷൻസിന് വേണ്ടിയല്ല. I live for God. സ്വയം ത്യജിക്കുന്ന അനുഭവം അവന് നിത്യജീവനായി സൂക്ഷിക്കും. പക്ഷെ ദൈവത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് ഈ ലോകത്തിലെ കാര്യമാണ് അതിനേക്കാൾ വലിയത് എങ്കിൽ യു വിൽ ലൂസ് ഇറ്റ്. നമ്മൾ എവിടെ നിൽക്കുന്നു? സ്റ്റണ്ട് സൈലൻസ് ആയിപ്പോയല്ലോ. We are deceived, brethren. ദൈവിക വിഷയമായിരിക്കണം നമ്മുടെ പ്രൈമറി ഗോൾ. അതിനോടുള്ള ബന്ധത്തിൽ എന്റെ സുഖസൗകര്യം വിഷയമല്ല. അത് നടക്കണം, അത് നടക്കണം. അതിനെന്ത് ത്യാഗവും. ഞാൻ മരിക്കും. മരിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ ആഗ്രഹങ്ങൾക്ക് ഞാൻ മരിക്കും. നിങ്ങൾക്കറിയാമോ, ഇപ്പോ കർത്താവ് ക്രൂശുമരണത്തോടുള്ള ബന്ധത്തിൽ ഇത് പറയുന്നു. കർത്താവിന്റെ ഹോൾ ഇൻകാർണേറ്റഡ് ലൈഫ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇറ്റ് വാസ് ഓൾവേസ് ലൈക്ക് ദാറ്റ്. ഒന്ന് വായിച്ചേ, യോഹന്നാൻ 6:38. ജീസസിന്റെ ലൈഫ് ശ്രദ്ധിക്കുക. ജോൺ 6:38. എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. ഞാൻ എന്റെ ഇഷ്ടമല്ല എന്നുണ്ടോ? ഞാൻ എന്റെ ഇഷ്ടമല്ല, വായിച്ചില്ലല്ലോ. എന്നെ അയച്ചവന്റെ ഇഷ്ടമത്ര ചെയ്യുവാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. അതല്ലേ പ്രധാന വിഷയം. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ. അപ്പൊ നമ്മളിപ്പോ ക്രൂശുമരണമേ കാണുന്നുള്ളൂ. ജീസസ് പറഞ്ഞെന്താ? അപ്പൊ ജീസസിന് വേറെ ഇഷ്ടം ഉണ്ടായിരുന്നോ? ജീസസിന് ഇഷ്ടം ഉണ്ടായിരുന്നോ? നമ്മുടെ വിഷയം വിടരുത്. യേശുവിനെ അനുഗമിക്കുക. നമ്മുടെ അകത്താത്മാവ് കൊണ്ടുവരേണ്ട ഇതാണ്. വേദപുസ്തകത്തിലൂടെ ഞാൻ പറയാം, ജീസസിന് ഇൻകാർണേഷനിൽ ജീസസിന് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഓ, പുള്ളി ദുരുപദേശമാണെന്ന് തോന്നുന്നു. ഗെത്സമന തോട്ടത്തിൽ എന്താ പ്രാർത്ഥിച്ചത്? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എങ്കിലും എന്റെ ഇഷ്ടം നടക്കരുത്. അവിടുത്തെ ഇഷ്ടം ക്ലാഷായി. That's the cross. ആണ് കർത്താവ് പറയുന്നത്, നിങ്ങളുടെ ക്രൂശ് എടുത്ത് നിങ്ങൾ അനുഗമിക്കുക. ക്രൂശ് എന്താണ്? സെൽഫ് ഡിനയൽ. എന്റെ കാര്യം നടക്കരുത്. ഞാൻ സ്ഥിരം പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ ഒരൊറ്റ കാര്യം നടക്കരുത്. പക്ഷെ ഇവിടെ ആളുകളെല്ലാം പറഞ്ഞ് പിടിച്ചു വെച്ച് പ്രാർത്ഥന കിട്ടുമെന്ന് അല്ലേ? പിള്ളേരുടെ എല്ലാ കാര്യവും അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. That's not Bible. ജീസസിനെ അനുഗമിക്കണമോ? ദിസ് ഇസ് ദ പ്രൈസ് യു ഹാവ് ടു പേ. ഇഹലോകത്തിലെ എന്റെ ലൈഫ് ഐ ഹേറ്റ് ഇറ്റ് ഫോർ ദ സേക്ക് ഓഫ് ജീസസ്. ഐ ഹേറ്റ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ദൈവിക വിഷയം സംബന്ധിച്ച് വരുമ്പോൾ എന്റെ കാര്യം now the will of the Lord be done. I die daily. ആണ് പൗലോസ് പറഞ്ഞത്, ഞാൻ ദീനമായി മരിക്കുക, എന്റെ ഇഷ്ടം നടക്കരുത്. ജീസസ് കംപ്ലീറ്റ് 33 years or 33.5 years ജീവിച്ച അങ്ങനെയാണ്. അതിന്റെ ക്ലൈമാക്സ് ആണ് നമ്മൾ ക്രൂശിൽ കാണുന്നത്. ഇനി ലെറ്റ് മീ ഷോ യു. ഈ 12ാം അധ്യായത്തിൽ നമുക്ക് ഇതൊന്നുകൂടെ ചിന്തിക്കണം കേട്ടോ. ഈ ധൃതി വെച്ചൊന്നും ചിന്തിക്കണ്ട, നമ്മൾ ശാന്തമായിട്ട് ചിന്തിച്ചാൽ മതി.
സ്തോത്രം. ഇപ്പൊ ഇത് പറയുവാണല്ലോ, ഓ എന്തായിരുന്നു ഡൈലി, പിന്നെന്താ ഇഷ്ടം നമുക്കെല്ലാം കൂടെ ഒന്ന് ആരാധിച്ചു. കാരണം അതിനൊരു ഡൈയും വേണ്ട. അവസാനം സംഗതി പൊട്ടും. മനസ്സിലാക്കണം നമ്മളിത്. സംഗതി അവസാനം പൊട്ടും. ഇതൊക്കെ നമ്മുടെ പിള്ളേരെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടിയായിരുന്നത്. പ്രൈസ് ദി ലോർഡ്. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ. ഇതിന്റെ ഗ്രീക്കൊന്നും എനിക്കറിയത്തില്ല, എനിക്കത് മതി. I am called to live a life of self-denial. എന്നിട്ട് ഞാൻ ഇരിക്കുന്ന ഇടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ. ഇങ്ങനെ ഒരു ജീവിതം ജീവിച്ചാൽ ഞാൻ ഇരിക്കുന്നിടത്ത് തന്നെ ശുശ്രൂഷിക്കണം ഇരിക്കും. My father will honor it. ഈ ലോകത്തിലെ നല്ല സഹോദരി ഓണർ. ഇതുപോലെ ഒരു ജീവിതം ക്രിസ്തുവിനെ അനുഗമിക്ക് ജീവിച്ചാൽ ഒരുത്തനും എടുത്തു കളയാൻ കഴിയാത്ത ഒരിടത്ത് നിന്നെ ഇരുത്തുന്ന ഒരു ദിവസമുണ്ട്. പിതാവായിരിക്കുന്ന ഒരു ദിവസമുണ്ട്. അല്ലാതെ ഇവിടുത്തെ കാറോ വണ്ടിയോ അല്ലോ ആണോ മാന്യത. We are full. ഇവിടെ പിള്ളേരെല്ലാം കൂടെ A-level പാസ്സായതാണ് ഏറ്റവും വലിയ മാന്യത. A life of self-denial. കർത്താവ് നമ്മളെ വിളിക്കുന്നു. എനിക്ക് വലിയ പാടാ. But I can do it by the power of the Holy Spirit. ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ആത്മാവിനെ പോലും ആളുകൾ തെറ്റിദ്ധരിച്ചു. ഭയങ്കര ആത്മീക ശുശ്രൂഷയാന്ന് പറഞ്ഞേച്ച് ജഡത്തിന്റെ കംപ്ലീറ്റ് ഇട്ടോ ചെയ്യും. എന്റെ ഇഷ്ടം പോലൊക്കെ ഓരോ കാര്യം ചെയ്യും. അതല്ല ആത്മപ്രവൃത്തി. ആത്മപ്രവൃത്തി ഉള്ളിൽ വരുന്നത് ഈ ത്യാഗ ലൈഫിനേക്കാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. താഴെയോട്ട് വരുമ്പോഴേ ഞാൻ ഇതിനെക്കുറിച്ച് പിന്നീട് ഒന്നുകൂടെ പറയാം. നമ്മളിപ്പം ഒന്ന് തീരാൻ പോവാണ്ട്, സെഷൻ തീരാൻ പോകണ്ട. By the way, are you happy hearing the word? Transformation is happening. അത് സംഭവിച്ചാൽ ഈ കോൺഫറൻസ് വലിയ ജയമായി. 27-ാം വാക്യം കർത്താവിന്റെ വാക്ക. ഇപ്പോൾ എന്റെ ഉള്ളം. 14:1 കർത്താവ് പറഞ്ഞ എന്തോ അവരോട്. ഞാനിത് പഠിച്ചിരുന്ന ജസ്റ്റ് ഒന്ന് റിസർച്ച് ചെയ്ത് കേട്ടോ. ശിഷ്യന്മാരുടെ ഉള്ളു കലങ്ങിയതുപോലെ അല്ല കർത്താവിന്റെ കലങ്ങിയത്. ഇനി അതൊരു വലിയ ദൂതാണ്. ഈ ദൂത് ശിഷ്യന്മാരുടെ ഉള്ളു കലങ്ങിയപ്പോൾ കർത്താവ് പറഞ്ഞ ദൂത് എന്താന്ന് പറയാം, നിങ്ങളുടെ ഉള്ള കലങ്ങരുത്. എന്നിട്ട് 14-ാം അധ്യായത്തിൽ വാഗ്ദത്തങ്ങൾ കൊടുത്തു. നമുക്ക് ഭയങ്കര അറിയാവുന്നൊരു വാക്കാണ് എന്തോ വാഗ്ദത്തം. എനിക്ക് ചില വാഗ്ദത്തങ്ങളുണ്ട്, ചില വിഷയങ്ങൾ. എന്തോ വാഗ്ദത്തം 2016 അഞ്ചാം മാസത്തിൽ ചില വിഷയങ്ങൾക്ക് വിടുതൽ, അതിന്റെ നന്മകളും അതിൻ്റെതായിട്ടുള്ള വെളിപ്പെടുക. കർത്താവ് കൊടുത്ത വാഗ്ദത്തം എന്താണെന്നറിയാം? 14-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ എന്റെ പിതാവിന്റെ ഭവനത്തിൽ നിങ്ങൾക്ക് വാസസ്ഥലം. എല്ലാം നിത്യതയുടെ കാര്യമാണ്. അടുത്തത് കർത്താവ് പറയുന്ന വാഗ്ദത്തം, പിതാവാം ദൈവവുമായിട്ട് നിങ്ങൾക്ക് ഇന്ന് ഭൂമിയിൽ ഞാൻ മുഖാന്തരം ഇന്റിമേറ്റ് ബന്ധമുണ്ടാവും. അടുത്ത് പറയുന്ന വാഗ്ദത്തം എന്താണെന്നറിയാം? എനിക്കൊന്നു ഒരു 11-12 വാക്യങ്ങളിലൊക്കെയാണ്. നിങ്ങൾ ഞാൻ ചെയ്തതിലും വലിയവ ചെയ്യും എന്ന് പറഞ്ഞാൽ മിഷൻസിനോടുള്ള ബന്ധത്തിലാണ്. ഇതാണ് ചിലരെ കൊരയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. കർത്താവ് ചെയ്തതിലും വലിയ ചെയ്യും. അതല്ല വാക്യത്തിന്റെ അർത്ഥം. അല്ലാതെ കസേര എടുത്ത് എറിയുക, അപ്പൊ കർത്താവ് ചെയ്തതിൽ വലിയ ചെയ്യും, അതൊന്നും അല്ല വാക്യത്തിന്റെ അർത്ഥം. സ്തോത്രം. എന്തെല്ലാം കാര്യങ്ങളും പ്രശ്നങ്ങളും ഇവിടെ എല്ലാം ഹീസ് ഗിവിംഗ് പ്രോമിസസ്. എല്ലാം നിത്യത ബന്ധപ്പെടുത്തിയ പ്രൊഫസർ. 13-14 വാക്യത്തിൽ പ്രാർത്ഥനയെ കുറിച്ചാണ്. എന്റെ നാമത്തിൽ ചോദിക്കുന്ന എല്ലാം തരാമെന്ന്. അപ്പൊ നമുക്ക് അതൊരു സന്തോഷമാണ്, എല്ലാം തരാമെന്ന്. അങ്ങനല്ല ഇവിടെ. പിതാവ് പുത്രനിൽ മഹത്വമാകുന്നത് അതിന്.
മിഷൻസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് പ്രാർത്ഥന. ഇവിടെ എല്ലാം വാക്തത്വങ്ങൾ. എന്നിട്ട് അവതാനോട് വന്ന് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയും പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വാക്തത്വമാണ് 15, 16, 17 ഈ വാക്യങ്ങൾ. അപ്പൊ ഹൃദയം അവരുടെ കലങ്കിൽ എന്തിനാണെന്നറിയാമോ? ഇൻസെക്യൂർ ഫീലിംഗ്. കർത്താവ് കൂടെ ഉണ്ടായിരുന്നു, പെട്ടെന്ന് കർത്താവ് പോവുകയാണ്. അവരോട് ഞങ്ങളെ എല്ലാം വലയും പടവും എല്ലാം വിട്ടിച്ച് ഇറങ്ങി ഇപ്പൊ തന്നെ പോവാന്ന് പറയും. എന്തുമായി തീരും? അപ്പൊ പറയാം, നിങ്ങൾക്ക് മിഷൻസ് ഉണ്ട്, നിങ്ങളെ തെരഞ്ഞെടുത്ത വിഷയത്തിന് നിങ്ങളെ അയക്കും, നിങ്ങൾക്ക് നിത്യമായ ഭവനമുണ്ട്, സ്തോത്രം, ഞാൻ ഒരുക്കാൻ പോവുകയാണ്. ഇങ്ങനെയുള്ള വാക്തത്വങ്ങൾ കൊടുത്ത് അവരെ ഉറപ്പിച്ചു. പക്ഷെ ഇവിടെ വരുമ്പോ പറയുകയാണ്, ഇപ്പോൾ എന്റെ ഉള്ളം ആ കലക്കം ഇൻസെക്യൂർ ഫീലിംഗ് അല്ല. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ കുറച്ചുകൂടി ഗ്രഹിക്കാൻ കഴിയും. ക്രൂശ് മരണത്തിൽ ഇൻവോൾവ് ആയിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് കർത്താവിന് ശരിക്കും അറിയാമായിരുന്നു. He was not worried about the nail pierce, no. അല്ലാതെ തോൺസ് വെച്ച വേദനയോ വിലാപ്പുറത്ത് കുത്തിയതിന്റെ വേദന, ഇതൊന്നും അല്ല വിഷയം. ഒരു നിമിഷം ലോകത്തിന്റെ പാപത്തെ തന്റെ മേൽ ചുമത്തുമ്പോൾ പിതാവാം ദൈവം മുഖം മറയ്ക്കും. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന്. And he became troubled in his heart. അല്ലാതെ ഈ നെയിൽ പിയേഴ്സിങ്ങോ ഇതൊന്നും വിഷയമല്ല കർത്താവിന്. കർത്താവ് വന്നതിൽ ഇതാണ് തന്റെ ഉള്ളം ട്രബിൾഡ് ആയത്. ഇനി നമ്മുടെ വിഷയമായിട്ടുള്ള ബന്ധത്തിൽ ഇപ്പോൾ എന്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. ഞാൻ എന്തു പറയേണ്ടു? പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നില്ല. വടംവലിയായി. 28-ാം വാക്യം. ഈ വടംവലിയിൽ കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അവിടുന്ന് ഒരു പാപവും ചെയ്തതല്ല. He is God in human flesh. ഇന്നലത്തെ നിത്യത മുതൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ ഒന്നിച്ചുള്ള അഭേദ്യമായ കൂട്ടായ്മയും ബന്ധത്തിന് ഈ ലോകത്തിന്റെ പാപത്തെ മുഴുവനും കൂടെ ചുമക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യത്തെ കുറിച്ച് ചിന്തിച്ച ദൈവത്തിന്റെ പുത്രൻ He was troubled in his heart. എന്നിട്ട് പ്രാർത്ഥിക്കാം, പിതാവേ, നിന്റെ നാമത്തെ കേൾക്കണം. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദമുണ്ടായി. What is the meaning? I took glory എന്ന് പറഞ്ഞാൽ ഈ 33 വയസ്സും I took the glory. ഇനി ക്രൂശിൽ കയറുമ്പോഴും I will take the glory. 33 വർഷം He is our model. He did nothing to please himself but his Father in heaven. എന്റെ ശുശ്രൂഷക്കാരനെ അനുഗമിക്കട്ടെ. തീരുമാനമെടുക്കാൻ ഇന്ന് ഒക്കുമോ? സെൽഫ് സെന്റേർഡ്നെസ്സും സെൽഫിഷ്നെസ്സാണ് ഏറ്റവും ഡീപ് റൂട്ടഡ് ആയിട്ടുള്ളത്. അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? ഒന്ന് വായിച്ചത് 2 തിമോത്തി 3-ാം അധ്യായം 1-ാം വചനം. അന്ത്യകാലത്തെ ദുഃഖ സമയങ്ങൾ വരുമെന്നറിയാം. മനുഷ്യർ സ്വസ്നേഹികളും. കേട്ടോ, സ്വസ്നേഹികൾ, സെൽഫിഷ് ആയിരിക്കും മനുഷ്യൻ. ഇതാരെ കുറിച്ച്? എന്നിട്ട് അതിന്റെ 5-ാം വാക്യം, ഭക്തിയുടെ വേഷം ധരിച്ച് എന്റെ ശക്തിയെ എല്ലാം ഭയങ്കര ഭക്തിയും കാര്യമാണ്, അകത്ത് പവർ ഇല്ല, സെൽഫിഷ് ആയിരിക്കും ആളുകൾ. കർത്താവ് വിളിക്കുന്നത് എന്തുവാ? ടു ഡൈ ടു സെൽഫ്. ക്രിസ്ത്യാനിറ്റിയുടെ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ടീച്ചിങ് ആണ് സഹോദരങ്ങളെ. നാം നമുക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്. ദൈവവൈതലായാൽ ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ്. കർത്താവാണ് മാതൃക, പിതാവിന് വേണ്ടി. പിതാവിന്റെ ഇഷ്ടം നടക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം നടത്തി. 17-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. സ്വന്തമായിട്ടൊന്നും ചെയ്തില്ല, നീ എന്നെ ചില കാര്യം ഏൽപ്പിച്ചു. ഐ ഫിനിഷ്ഡ്. അത് ഫിനിഷ് ചെയ്തപ്പോഴാണ് യു ടുക്ക് ദ ഗ്ലോറി. ജീവിക്കുന്ന എന്തിനാ സഹോദരങ്ങളെ? ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. അവിടെ നമ്മുടെ ഇഷ്ടത്തിന് സ്ഥാനമില്ല. നിങ്ങൾ ഇങ്ങനെ ഒരു ലൈഫ് ചിന്തിച്ചിട്ടുണ്ടോ? ഫോളോയിങ് ജീസസ് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? പിന്നെ
അങ്ങനെ ജീവിച്ചാൽ ഉണ്ടാകുന്ന ഗുണത്തെക്കുറിച്ച് ഞാൻ പറയാം. യോഹന്നാൻ 8:29 നോക്കി. യോഹന്നാൻ 8:29. യോഹന്നാൻ 8:29. എന്നെ അയച്ചവൻ എന്നോട് കൂടെ ഉണ്ട്. ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഈ വാക്യം നമ്മൾ കൈവച്ച് പ്രാർത്ഥിക്കും. എപ്പോഴും കർത്താവ് എന്റെ കൂടെ കൊണ്ട്. ഹല്ലേലൂയ. കർത്താവ് കൂടെ ഇരിക്കത്തൊന്നുമില്ല. എന്തുകൊണ്ടാണ് കർത്താവ് പിതാവാം ദൈവത്തോടു കൂടി കർത്താവ് ഇരുന്നത്? ഐ ഓൾവേസ് പ്ലീസ് ഹിം. അങ്ങനാണോ? ഈവൻ ടുഡേ ഗോഡ് വിൽ ബി വിത്ത് യു. എന്നിട്ട് അവിടെ ഒരു കാര്യം, അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഒരു സഭയ്ക്കോ ഒരു സംഘടനയ്ക്കോ എന്നെ ഒറ്റപ്പെടുത്താൻ കഴിയുന്നില്ല. നമ്മുടെ വലിയൊരു വിഷയമല്ലയോ ആളുകളെല്ലാം എന്നെ ഒറ്റപ്പെടുത്തി എന്നെ എന്ത് ചെയ്യും? ഹല്ലേലൂയ. ഭയങ്കര സങ്കടം. യോഹന്നാൻ 16:33 വായിച്ചേ. യോഹന്നാൻ 16:33. സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. 33 ആണോ 31 നിങ്ങൾ എല്ലാവരും എന്നെ കൈവിടുമെന്നുള്ള വാക്യം? 32 പ്ലീസ് റീഡ്. നിങ്ങൾ ഓരോരുത്തരും താങ്കളുടെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോകുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വരുന്നു. എന്നിട്ട് വന്നുമിരിക്കുന്നു. പിതാവ് എന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഏകനല്ല താനും. നിങ്ങളെല്ലാം പോകും. I am not alone. My Father is with me. എന്താ അതിന്റെ സീക്രട്ട്? I always please my Father. This is the life Jesus is calling us. ഇതാണ് ജീസസ് കാഴ്ചവെച്ചത്. സ്തോത്രം. നമ്മളെന്താണ്? അച്ഛനൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്, ഭയപ്പെടുവൊന്നും വേണ്ട കേട്ടോ. സ്വതം എന്തെങ്കിലും സാമ്പത്തിക വിഷയം വന്നാലും അച്ഛൻ കൈ താങ്ങൽ. ഇങ്ങനെ എത്രയോ ആളുകൾ നമ്മളെ താങ്ങിയിട്ട് പോയി. എന്നിട്ടും നമ്മൾ പഠിച്ചില്ലെന്നുള്ളത്. എന്നിട്ടും നമ്മൾ പഠിച്ചിട്ടില്ല. ജീസസ് കണ്ടോ ആരും ഡിപ്പെൻഡന്റ് അല്ല. എന്താ കാര്യം? 33.5 വർഷം ഈ ഭൂമിയിൽ പൂർണ്ണ മനുഷ്യനായി ആത്മശക്തിയോടെ ജീവിക്കുമ്പോൾ ഒറ്റ കാര്യം സ്വന്തമായിട്ട് ചെയ്യില്ല. എല്ലാത്തിനും ദൈവ മഹത്വം. അതുകൊണ്ടാണ് ഫൈനലായിട്ട് മഹാപുരോഹിത പ്രാർത്ഥനയിൽ പറയാ, പിതാവേ നീ എനിക്ക് തന്നത് ചെയ്യും, നിനക്ക് ഞാൻ മഹത്വം കൊണ്ടുവന്നിരിക്കുന്നു. At the end of your life, what will you say? ഇത് 60-65 വയസ്സിൽ നെഞ്ചിന് വേദന വരുമ്പോൾ നമ്മൾ ഇന്ന് ഞാൻ തീരുമാനമെടുക്കുക 2 ആഴ്ച കൂടെ ഞാൻ എന്തുവെങ്കിലും ചെയ്യാം. വേണ്ട, ഇത് നേരത്തെ ചിന്തിക്കണം. രക്ഷിക്കപ്പെട്ട അന്ന് ചിന്തിക്കണം. Your time on earth is limited. ഓരോ ദിവസവും ഞാൻ ദൈവത്തിന് ഇഷ്ടം. UK പോകാൻ ദൈവഹിതമാണോ? I just go. അതാണ് റാഡിക്കൽ ക്രിസ്ത്യൻ. സ്തോത്രം. കർത്താവിന്റെ വേലയ്ക്ക് നാട്ടി വിളിച്ചേച്ച് UK വന്നാൽ നമുക്കങ്ങ് സപ്പോർട്ട് ചെയ്യാം. 3-4 വേലക്കാരെ. No. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോലി റിസൈൻ ചെയ്ത് go back home. Do the will of the Father. Die to self. ഇഹലോകത്തിലെ എന്റെ ജീവിതം പകയ്ക്കുക. കോതമ്പ് മണി നിലത്ത് വീണ് ചാകണം. അങ്ങനെ ആകുമ്പോഴോ ലൈഫ് വെളി വരും. ഇറ്റേണൽ ലൈഫ് വെളി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഏകനല്ല എന്ന് കർത്താവ് പറയാ. ഇനി യോഹന്നാൻ 11:44 ഒന്ന് വായിച്ചേ. നീ എപ്പോഴും എന്റെ അപേക്ഷ എപ്പോഴും അപേക്ഷ. നമുക്ക് അങ്ങനെ പറയാനോ? ഞാൻ എപ്പോ പഠിച്ച കർത്താവ്. ജീസസ് പറയാ, my father always hears me. യോഹന്നാൻ 8:29 പറഞ്ഞെന്താ? he is always with me. what is the secret? എന്റെ ഇഷ്ടം ഞാൻ ചെയ്യത്തില്ല. I will do the will of the Father. ഇങ്ങനെ ഒരു സെൽഫ് ഡിനായലാണ് ക്രിസ്ത്യാനിറ്റിയുടെ വളരെ ഫണ്ടമെന്റൽ കാര്യം. നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുകയാണ്. live for yourself. അതിനുവേണ്ടിയുള്ള ദൂതുകൾ. നീ എന്താഗ്രഹിച്ചോ അത് നിനക്ക് കിട്ടും. അത് സംഭവിക്കുവാൻ പോവുകയാണ്. ഇന്ന് രാത്രി ഇതൊക്കെ പറയുമ്പോഴത്തേക്കും
നമ്മുടെ ജഡം അതല്ല. ജീസസ് വിളിക്കുന്നു, നിന്റെ ഇഷ്ടം നടക്കരുത്. I want to take glory in your life. Amen. Hallelujah. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ ദൈവസന്നിധിയിൽ? Hallelujah. എല്ലാ കണ്ണുകളും ദൈവസന്നിധി നടത്തി ഒരു തീരുമാനമൊക്കെ എടുത്തിട്ട് പോവാം. Hallelujah. Glory to Jesus. Hallelujah. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായമാണ് നമ്മൾ തുടക്കത്തിൽ നമ്മൾ ഇന്നലെ മുതൽ ശ്രദ്ധിക്കുന്നത്. ഫലം കായ്ക്കുക. എന്താണ് ഫലം? യേശുവിന്റെ സ്വഭാവം. ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കുവാൻ ദൈവം നമ്മളെ വിളിക്കുന്നു. ഈസി അല്ല കേട്ടോ, ആത്മശക്തി ആവശ്യമാണ്. സമർപ്പണം ഉണ്ടോ? ഇന്ന് പകൽ സമർപ്പണം. കർത്താവേ, എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് അറിയത്തില്ലായിരുന്നു ഇങ്ങനെയാണ് സംഭവം? നിങ്ങൾക്ക് ഇപ്പോൾ ഈ കോൺഫറൻസിൽ വന്ന കാര്യം മനസ്സിലാകുന്നു? അത് എത്ര പേരുണ്ട്? ഒന്ന് കൈ ഒന്ന് കാണട്ടെ. നിങ്ങൾ സമർപ്പിച്ചു കൊടുക്കും, നിങ്ങൾ സമർപ്പിച്ചു കൊടുക്കും. Let the Holy Spirit come on you. പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്കൊക്കത്തില്ല. നമുക്ക് അതിനുള്ള ശക്തിയില്ല. നമുക്ക് ആർക്കും അതിനുള്ള ശക്തിയില്ല. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുരമാ. രുചിച്ചു നോക്കിയ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുരമാ. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുരമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുരമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ എന്റെ സർവവും നീ എനിക്കുള്ളവൻ, നീ എന്റെ സർവവും എല്ലാറ്റിലും നിൻ ജീവൻ തന്നതിനാ നീ എന്റെ സർവവും എല്ലാറ്റിലും. ചേർന്ന് പാടാം.